Good morning, all my family members. ഇന്നത്തെ ഈ സായാഹ്നം ഒരുപക്ഷെ നമുക്ക് എക്സ്പെർട്ട് ടാക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്തുകൂടാ? സ്വാഭാവികമായിട്ടും ഇതൊരു സീരീസ് ഓഫ് പ്രോഗ്രാമാക്കി മാറ്റിയാൽ തന്നെ നല്ലതാണ്. ഇന്ന് അതിനായിട്ട് നമ്മൾ എല്ലാവരും ഒത്തുകൂടി കൃത്യസമയത്ത് തന്നെ വന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. ഇവിടെയാണ് ഒരു ലീഡർഷിപ്പിന്റെ ഏറ്റവും പരമോന്നതമായുള്ള ഒരു കാര്യം, കമ്മിറ്റ്മെന്റ്. അവിടെ ഡിസിപ്ലിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ സമയത്തിന് വന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ടീമിൽ എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മിനിറ്റാണ്. നിങ്ങളുടെ ടീമിൽ എല്ലാവരും കയറിയിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്, ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ കൂടി ഒന്ന് റിമൈൻഡർ കൊടുക്കുക. പലപ്പോഴും തിരക്കിട്ട ഓട്ടത്തിനിടയിൽ ഈ ഒരു പ്രോഗ്രാം മറന്നുപോയെന്ന് വരാം. അപ്പൊ അതുകൊണ്ട് അവരെല്ലാവരും പ്ലാറ്റ്ഫോമിൽ എത്തിയാൽ അറിയാം. ഇതിനു വേണ്ടിയിട്ട് ബിസിനസ് ഉള്ളവരാവണമെന്നോ വിന്നിംഗ് ടീമിന്റെ ഭാഗമായിട്ടുള്ളവരാവണമെന്നോ പോലും നിർബന്ധമില്ല. നിങ്ങൾക്ക് കാർഷിക മേഖലയോട് താല്പര്യം ജനിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കാർഷിക മേഖല ആൾറെഡി വ്യാപൃതരായിട്ടുള്ള ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം. കാരണം നോ നോളജ് ഇസ് എ സ്മോൾ നോളജ്. അറിവുകളൊന്നും തന്നെ ചെറുതല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് ഒരു പക്ഷെ അവർക്കും അതുവഴി തന്നെ സമൂഹത്തിനും രാഷ്ട്രത്തിനും വരെ ഗുണകരമായി തീർന്നെന്ന് വന്നേ. അപ്പം നമുക്ക് നമ്മുടെ കാര്യ പ്രോഗ്രാമിൽ കടക്കുന്നതിന്റെ മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ സഹകരണം, പ്രത്യേകിച്ചും ഇന്ന് പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കൃത്യസമയത്തിന് വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും റിയലി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആണ് നമ്മുടെ ഈ ഷോയ്ക്ക് സക്സസ് പകരുന്നത്. അപ്പൊ അതെങ്ങനെയൊക്കെ സഹകരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ചാറ്റ് ബോക്സ് നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കി വെക്കാം. നല്ല രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ അവിടെ കുറച്ച് ഇമോജീസോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹായ്ന്നോ ഹലോന്നോ അല്ലെങ്കിൽ വെരി ഗുഡ് എന്നോ എന്തെങ്കിലും മെസ്സേജുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. അതൊരു എൻകറേജ്മെന്റ് ആവും. രണ്ടാമത്തേത്, ക്യാമറ മാക്സിമം ഓൺ ചെയ്ത് വെക്കാൻ നോക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്യാതെ സൂക്ഷിക്കുക. ക്യാമറ കൂടുതൽ ഓൺ ആണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയുന്നവർക്ക് മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് സ്ക്രീനെ നോക്കിയായിരിക്കും സംസാരിക്കുക. ഈ രീതിയിൽ നിങ്ങളുടെ സഹകരണം പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കുന്നു. സോ പ്ലാറ്റ്ഫോമിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ. വൈ? ബിക്കോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 122 പാർട്ടിസിപ്പൻസോടുകൂടിയാണ്. അത് തന്നെ കാണിക്കുന്നു എന്തുമാത്രം താല്പര്യം നമുക്ക് ഓരോരുത്തർക്കും ഈ സബ്ജക്റ്റിനോടോ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് വേണ്ടി ഈ ചാറ്റ് ഷോയിൽ വന്നിട്ടുള്ള കപ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ 3 ദിവസങ്ങൾക്കപ്പുറം ഇവരെ നമ്മൾ ഒരു മോർണിംഗിൽ കണ്ടിരുന്നു, അവരോടൊപ്പം കുറച്ച് ആശയവിനിമയം നടത്തിയിരുന്നു. അന്ന് വെങ്കടേഷ് സാർ ആയിരുന്നു ഇവരെ ഒരു ഇന്റർവ്യൂ രൂപേണ കണ്ട് കാര്യങ്ങൾ ചോദിച്ചത്. അത് അവരുടെ സക്സസിന്റെ ഒരു അംഗീകാരം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ അന്ന് ആ പ്രോഗ്രാം നടത്തിയത്. പക്ഷെ ഇന്ന് അവർ വേറൊരു വേഷത്തിലാണ് ഇവിടെ നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. പ്രത്യേകിച്ചും കാർഷിക മേഖലയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെ പറ്റിയും കാർഷിക മേഖലയിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് അവർ കൈവരിച്ച നേട്ടവും അല്ലെങ്കിൽ അവർ വഴി മറ്റുള്ളവർക്ക് അതിലൂടുണ്ടായ മെച്ചത്തെയും പറ്റി നമ്മളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമുക്ക് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ബ്രാൻഡ് ന്യൂ ക്രൗൺ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള മിനി അനിൽകുമാറും എത്തിയിട്ടുണ്ട്. നല്ലൊരു ഹെർട്ടി വെൽക്കം നമുക്ക് അവർ കൊടുക്കാം. തീർച്ചയായിട്ടും ചാറ്റ് ബോക്സിലൂടെ ലെറ്റ് us വെൽക്കം ദം ഇൻ ദ ഫുള്ളസ്റ്റ് ഫോർമേഷൻ. അവർ നമ്മളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എക്സ്ക്ലൂസീവ്ലി ഡെഡിക്കേറ്റഡ് എക്സ്ക്ലൂസീവ്ലി ആൻഡ് ഡെഡിക്കേറ്റഡ് ഇൻഫോർമേഷൻസ് റിഗാർഡിംഗ് അഗ്രികൾച്ചർ, ദാറ്റ് ടു ഓർഗാനിക് ഫാമിംഗ്, ജൈവകൃഷിക്ക് നിദാനമായിട്ടുള്ള നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കൈവരിച്ച നേട്ടങ്ങളെയും അതുവഴി തന്നെ മറ്റുള്ളവർക്ക് അത് അനുകരിക്കാൻ പറ്റുന്ന രീതിയിലുമുള്ള കാര്യങ്ങൾ. 1 മണിക്കൂർ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഡെലിവർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ചില ഇൻഫോർമേഷൻസ് കംപ്ലീറ്റ് ആവണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു ഇൻകംപ്ലീറ്റ് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് ഉൾക്കൊള്ളേണ്ട ഉത്തരവാദിത്വം കൂടി നിങ്ങളുടെയാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഷോയ്ക്ക് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈനോടോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ മേഖലയിൽ നമ്മളോടൊപ്പം ചേർന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ നിന്നോ കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. ഒരു പരിധിവരെ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എന്തായാലും ഇൻകംപ്ലീറ്റ് ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് ഒരു കാര്യത്തിനും മുതിരാതിരിക്കുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെല്ലാം പ്ലാറ്റ്ഫോമിൽ വന്നു എന്ന് കൺഫേം ചെയ്ത സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് നല്ലൊരു വെൽക്കം നമുക്ക് ഈ കപ്പിൾസിന് കൊടുക്കാം. ഇവര് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത് പാലക്കാട് നിന്നാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ അവരെ വെൽക്കം ചെയ്യുമ്പോൾ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, വലിയൊരു അച്ചീവ്മെന്റ് നമ്മുടെ ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ നേടിയതിനു ശേഷമാണ് ഇന്ന് അവരെ നമ്മളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഒരുപക്ഷെ അവരുടെ വിജയരഹസ്യങ്ങൾ എല്ലാം പറയാൻ പറ്റുന്ന ഒരു ദിനമല്ല ഇന്ന്. അത് മുമ്പൊരിക്കൽ കുറച്ച് പറഞ്ഞു, ബാക്കിയുള്ളത് പിന്നീട് പറയുന്നുണ്ടാവും. ഇന്ന് അവർ പറയാൻ പോകുന്നത് അവര് നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സുകൾ, വെസ്റ്റേജിന്റെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സുകൾ ഏത് വിധത്തിൽ പ്രയോജനപ്പെടുത്തി അതിലൂടെ അവരുടെ ബിസിനസ്സും അവരുടെ കൃഷിയും എത്രമാത്രം മെച്ചപ്പെടുത്താൻ പറ്റി,
അത് അനുകരിച്ച് മറ്റുള്ളവർ ചെയ്തതുകൊണ്ട് അവർക്കുണ്ടായ മെച്ചം, ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അവർക്ക് ആദ്യമായിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കുന്നു. വെൽക്കം മിനി മാം ആൻഡ് അനിൽ സർ. മിനി മാം, അനിൽ സർ, എനിക്ക് തോന്നുന്നു പെട്ടെന്നൊന്ന് ഫേഡ് ഔട്ട് ആയിട്ടുണ്ട്, റേഞ്ച് ഔട്ട് ആയതായിരിക്കും എന്ന് തോന്നുന്നു. വരുന്ന സമയത്ത് അവരെ നമുക്ക് വീണ്ടും കോഹോസ്റ്റ് ആക്കേണ്ടി വരും, ഒന്ന് ശ്രദ്ധിക്കുക. റൈറ്റ്. അപ്പം ഒരുപക്ഷെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവർ വരുന്നവരേക്കും ഞാനൊന്ന് ഗ്യാപ്പ് ഫില്ലിങ്ങിന് അവർ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് കാർഷിക മേഖല കണ്ടുകൊണ്ടായിരിക്കണം എന്നല്ല, അവര് സാധാരണ നമ്മളിൽ ഒരാളെ പോലെ തന്നെ അസോസിയേറ്റ് ചെയ്തു കാലങ്ങൾക്കപ്പുറം. പക്ഷെ കാലക്രമേണ സപ്ലിമെന്റ്സിലൂടെ ബിസിനസ്സിൽ സീരിയസ് ആവുകയും പിൽക്കാലത്ത് ഇന്ന് അവർ ഏറ്റവും കൂടുതൽ സപ്ലിമെന്റ്സോടൊപ്പം തന്നെ, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഹെൽത്ത് ആൻഡ് വെൽനസ്സിൽ, അല്ലെങ്കിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വെൽനസ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മേഖല സപ്ലിമെന്റ്സ് ആണെങ്കിൽ മറ്റൊരു മേഖല അഗ്രികൾച്ചറും, മൂന്നാമതൊരു മേഖല പറയാനാണെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ, ആന്റി ഏജിങ് എന്നുള്ള കാറ്റഗറിയിലാണ്. സോ അവരിന്ന് ഈ വെൽനസിന്റെ രണ്ട് മേഖലകളിലും ഒരുപോലെ തന്നെ സക്സസ് പ്രൂവ് ചെയ്ത് മറ്റുള്ളവർക്കൂടെ ഗൈഡ് ലൈനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പിളാണ്. ഷാജി ഒന്ന് ചെക്ക് ചെയ്തോണേ, ദ മൊമെന്റ് ദേ കം. അവരെ കോഹോസ്റ്റ് ആക്കിയില്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. ഒരു സ്ക്രീൻ ഓൺ ചെയ്താൽ, ക്യാമറ ഓൺ ചെയ്താൽ കണ്ടുപിടിക്കും. ഇതിട്ടില്ല. ഓക്കെ. സോ നമ്മള് കഴിഞ്ഞ ദിവസം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇവരുടെ മിറാക്കിൾ മോർണിംഗിലെ പ്രസൻസ് മിനിമേഡം വന്നിട്ടുണ്ട്. അവിടെ റേഞ്ചിന്റെ എന്തോ ഒരു ഇഷ്യൂ വന്നുകൊണ്ടായിരിക്കും ഞാൻ തോന്നുന്നു. ഇപ്പൊ കോഹോസ്റ്റ് ആണ് മാഡം, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞതും ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു, ഇനി ഒരു ആബ്സെൻസ്. അപ്പം നമുക്കിവിടെ നിങ്ങളെ തന്നെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തുടങ്ങിയാൽ നമുക്ക് പ്രോഗ്രാമിലേക്ക് ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാം. ഓവർ ടു മിനി മാം ആൻഡ് അനിൽ സർ. ഓക്കെ, താങ്ക് യു സാർ. ചെറിയൊരു നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, ഞങ്ങള് ഇപ്പൊ 2-3 ദിവസം മുമ്പ് നമ്മള് മിറക്കിൾ മോർണിംഗ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മളെല്ലാവരും പരിചയപ്പെട്ടതാണ് ഞങ്ങളെ. എൻ്റെ പേര് മിനി, ഹസ്ബൻഡ് അനിൽകുമാർ. ഞങ്ങൾ പാലക്കാടാണ് ഇപ്പോൾ താമസം. ആക്ച്വലി ഞങ്ങളുടെ നേറ്റീവ് പ്ലേസ് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരാണ്. യെസ്, നമസ്കാരം. ഞാൻ അവിടെ നാട്ടിലായിരുന്ന സമയത്ത് ഒരു 27 വർഷം സിവിൽ വർക്ക് ആയിരുന്നു, കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്നു. അപ്പൊ അതിൽ നിന്നൊരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് അവിടെ ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് നമ്മൾ സേവ് ചെയ്ത പൈസ കൊണ്ട് ഒരു 15 വർഷം മുമ്പ് 2010 ഇവിടെ ഒരു പ്രോപ്പർട്ടി 3 acres വാങ്ങിയതാണ്. അപ്പോൾ ആ ജോലിയിൽ നിന്നൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഒരു 7 വർഷം മുൻപ് ഇങ്ങോട്ടേക്ക് നമ്മൾ പാലക്കാട്ടേക്ക് വന്ന്, അപ്പൊ ഇവിടെ വന്ന് വിശ്രമ ജീവിതത്തിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നെങ്കിലും നമ്മൾ വിശ്രമിച്ചൊരു ശീലമില്ല. പിന്നെ അത് കുറച്ച് ഇപ്പൊ കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. റൈറ്റ്. അപ്പം അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾക്കും തോന്നിക്കാണും, ഇതുപോലെ ഏതെങ്കിലും ഒരു മേഖലകളിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മളും ഒരുപക്ഷെ പർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ പോലും നമ്മളും ഇതുപോലെ കണക്ട് ചെയ്തത്. ഇവിടെ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്ട് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, അവർ രണ്ടുപേരും വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചിട്ടും അവർ ഒരുപക്ഷെ റിലാക്സേഷന് വേണ്ടി ഒരു വ്യത്യസ്തമായ ഒരു മേഖല സെലക്ട് ചെയ്ത കൂട്ടത്തിൽ കണ്ടെത്തിയതാണ് അത്ര അഗ്രികൾച്ചർ. പക്ഷെ ഇന്ന് അവരുടെ നൈപുണ്യം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മേഖലയിലാണ്. അതിന് നിദാനമായി തീർന്നത് ഈ ഓപ്പർച്യൂണിറ്റിയും ഈ കമ്പനിയുടെ ചില ഉൽപ്പന്നങ്ങളുമാണ്. അപ്പം ടു സ്റ്റാർട്ട് ഇറ്റ് വിത്ത്, ഞാൻ മിനിമേഡത്തിനും അൻസാറിനോടും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും കൃഷിയെപ്പറ്റി ഒരുപക്ഷെ ഞാൻ പറഞ്ഞു, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചു പേർക്കെങ്കിലും അറിയാം, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലായിരുന്നു പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളത്. എൻ്റെ നൈപുണ്യങ്ങളും എൻ്റെ സ്കില്ലുകളും എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ള എഞ്ചിനീയറിംഗ് സെക്ടറിലാണ്. പക്ഷേ പാഷനേറ്റ്ലി ഞാനും ഇന്ന് കാർഷിക മേഖലയിൽ വ്യാപരിക്കുന്നുണ്ട്. കൃഷി ചെയ്യുന്നില്ലെങ്കിൽ പോലും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അതിന് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ എത്തിക്കാൻ പറ്റുന്നതും ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും പറ്റുന്ന ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡിയാണ് ഞാൻ അനുകരിച്ചിരിക്കുന്നതും അതിലാണ് ഞാൻ വ്യാപൃതനായിട്ടുള്ളത്. അപ്പം ഈ പ്ലാറ്റ്ഫോമിലിരിക്കുന്ന പലരും ഒരു പക്ഷേ കാർഷിക മേഖലയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരാവണം എന്നില്ല, അങ്ങനെയുള്ളവരും ഉണ്ടാവാം. പക്ഷെ എന്നിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സെക്ടറായിട്ട് ഇന്ന് അഗ്രികൾച്ചർ മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എത്ര കണ്ട് അഡ്വാൻസ്ഡ് ആണെങ്കിലും ഇന്ത്യ ഈസ് പ്രിഡോമിനന്റ്ലി നോൺ ആസ് എൻ അഗ്രേറിയൻ കൺട്രി. അതായത് കാർഷിക രാജ്യമായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ GDP-യുടെയും നമ്മുടെ ഇൻകത്തിന്റെയും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കാർഷിക മേഖലയിൽ നിന്ന് തന്നെയാണ്. മഴയുടെ ഒരു വ്യതിയാനം നമ്മുടെ എക്കണോമിയെ മാറ്റുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നതും അല്ല, ഇന്ന് നമ്മൾ അതിനൊക്കെ മുകളിലേക്ക് കയറി വന്നിരിക്കും. ഇവിടെ ഇവരോട് നമുക്ക് ആദ്യം തന്നെ അറിയേണ്ട ഒരു കാര്യം, ജൈവ കൃഷി പൊതുവെ ലാഭകരമല്ല എന്ന ഒരു നമ്മൾ ആരോട് പോയി ചോദിച്ചാലും പ്യുവർലി ഒരു അഗ്രികൾച്ചർ, അതും ഓർഗാനിക് ഫാമിംഗ്, പ്യുവർലി ഒരു ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ലാഭകരമല്ല എന്ന് പറയുന്നത്. ഈ അഭിപ്രായത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ഇവരിൽ നിന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. പ്രത്യേകിച്ചും വെസ്റ്റീജിന്റെ ഉൽപ്പന്നങ്ങളും അനുശാസിക്കുന്ന രീതിയിലുള്ള കാർഷിക മേഖലയിലൂടെ അവരെന്താണ് അത് തെളിയിച്ചത്. ഓവർ ടു മിനിമം ആൻഡ് അനിൽ സർ. റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ക്യാമറ ഓഫ് ചെയ്യാം കേട്ടോ. ക്യാമറ വേണമെങ്കിൽ ഓഫ് ചെയ്തോളൂ. എനിക്കൊന്ന് റേഞ്ചിന്റെ ഒരു ചലഞ്ച് കാണുന്നുണ്ട്. ഈ പ്രസ്താവന യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒന്നാം തവണ ഇപ്പൊ നമ്മള് പഴയ കൃഷി രീതിയിൽ ഈ ഓർഗാനിക് ശരിക്കും റേഞ്ചിന്റെ ട്രബിൾ അവർ അനുഭവിക്കുന്നുണ്ട്. അത് നമ്മളെയും ചെറുതായിട്ടല്ലാത്ത രീതിയിൽ അലട്ടുന്നുണ്ട്. സാരമില്ല, നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. എന്തായാലും അവർ വീണ്ടും റേഞ്ച് ഔട്ട് ആയിരിക്കുകയാണ്. തിരിച്ചു വരുമ്പം ഒന്ന് ഷാജിമത്തിൽ കെയർഫുൾ ആയിരിക്കണം. അവരെ നമുക്കൊന്ന് കോഹോസ്റ്റ് ആക്കണം. റൈറ്റ്. ഞാന് എന്തുകൊണ്ടാണ് അവരോടൊരു സംവാദ രൂപത്തിൽ തന്നെ ഇത് അവതരിപ്പിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുണ്ടാവും. പലപ്പോഴും ഉൽപ്പന്നങ്ങളുടെ ഉപയോഗക്രമങ്ങളെ പറ്റി ആയിരിക്കും പലരും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചത്. കാരണം കൃഷിയെ പറ്റിയുള്ള പല സെഷൻസുകളും നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പല സമയങ്ങളിലായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ കണ്ടത് 8ഓളം അല്ലെങ്കിൽ 9ഓളം ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം, ഓരോ കൃഷിക്കും അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ജനറലി പറഞ്ഞു പോകുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് അറിയേണ്ടത്, നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൃഷി രീതിയെ ലാഭകരമാക്കി തീർക്കാൻ ഇവർക്ക് സാധിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിവരെങ്ങനെയാണ് ചെയ്തത്? അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഓരോ കൃഷിക്കും അല്ലെങ്കിൽ ഓരോ ചെടിക്കും വേണ്ടുന്ന ഉൽപ്പന്നങ്ങൾ എത്ര അളവിൽ ചേർക്കണം എന്നുള്ളതല്ല. ഓക്കെ, അവർ തിരിച്ചെത്തിയിട്ടുണ്ട്. അഗെയിൻ അവരെ കോഹോസ്റ്റ് ആക്കേണ്ടി വരും. കോഹോസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ, റൈറ്റ്. ഇപ്പോൾ വീഡിയോ കട്ട് ചെയ്തോളൂ. കാരണം റേഞ്ചിന്റെ ഒരു ചലഞ്ച് കാണുന്നുണ്ട്. വീഡിയോ കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ ഓഡിയോ ഇച്ചിരി വെരി ഗുഡ്, കണ്ടിന്യൂ. ഓക്കെ. അപ്പൊ അത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ജൈവ കൃഷി രീതി അവലംബിക്കുന്നത് ഒട്ടും ലാഭകരമല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണെന്നാണ് ഞങ്ങളുടെ ഒരു അനുഭവം. എന്താണോ, ഇപ്പോ ഒന്നാമത്തെ തവണ ചിലപ്പോ, അതായത് നമ്മൾ അനുവർത്തിച്ചു വന്നിരുന്ന രീതിയിൽ നിന്ന് ഒരു മാറ്റം ജൈവ മോഡിലേക്ക് നമ്മൾ മാറുമ്പോൾ ഫസ്റ്റ് ടൈം ഒരു പക്ഷെ ചിലപ്പോ ലാഭകരമല്ലാതെ വന്നേക്കാം. എന്നിരുന്നാൽ പോലും നഷ്ടത്തിലേക്ക് അത് ഒരിക്കലും പോകില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ തുടർച്ചയായിട്ടുള്ള ഈ രാസവളങ്ങളുടെയും കീടനാശിനിയുടെയും പ്രയോഗത്തിലൂടെ മണ്ണിന്റെ ജൈവ സമ്പുഷ്ടി എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും. അതിനെ നമ്മൾ അതിൽ റിക്കവർ ചെയ്തിട്ട് മണ്ണിന്റെ ആ ജൈവ മൂല്യങ്ങളെല്ലാം തിരികെ കൊണ്ടുവരാനായിട്ട് ഒരു അല്പസമയം എടുത്തേക്കും നമ്മൾ ഓർഗാനിക് മോഡിലേക്ക് പോകുമ്പോൾ. പക്ഷേ ആ സമയത്തും ഒരിക്കലും ഒരു നഷ്ടത്തിലേക്ക് ഒരിക്കലും എത്തുന്നതായിട്ട് നമ്മൾ കാണാറില്ല. ഒരുപക്ഷെ ലാഭം നമ്മൾ മറ്റേ അത്രയും തന്നെ പ്രോഫിറ്റബിൾ ആയിരിക്കുമെന്ന് ചിലപ്പോ വന്നിരിക്കില്ല. അത്രയും മാത്രമേ എന്താ പറയാനുള്ളൂ. അതായത് അനിൽ സാർ പറഞ്ഞതിൽ നിന്നും നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. മറ്റുള്ളവരെ കൊണ്ട് സാധിക്കുന്നതിനേക്കാൾ എളുപ്പം നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സപ്ലിമെന്റ്സുകൾ ഒരിക്കലും മെഡിസിന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. മെഡിസിൻ കഴിക്കുന്നതിനോടൊപ്പം തന്നെ സപ്ലിമെന്റ് കഴിക്കുകയാണെങ്കിൽ കാലക്രമേണ മെഡിസിന്റെ ഇൻടേക്കിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാനോ ഡോസേജ് കുറയ്ക്കാനോ സാധിക്കുകയും ഒരു പക്ഷെ അതിൽ നിന്നൊരു വിടുതൽ കിട്ടിയെന്ന് വരാം. എന്ന് പറഞ്ഞതുപോലെ കാലാകാലങ്ങളായിട്ട് രാസവള പ്രയോഗങ്ങൾ നടത്തിയ കൃഷിയിടങ്ങളിൽ നേരെ ചെന്ന് ജൈവ രീതിയിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ലാഭത്തിൽ ഇടിവ് സംഭവിച്ചേക്കാം, പക്ഷെ നഷ്ടം ഒരിക്കലും ഉണ്ടാവില്ല. ഇതാണ് അദ്ദേഹം നമ്മളിലേക്ക് കൺവേ ചെയ്യാൻ ശ്രമിച്ചത്. ശരിയല്ലേ സാറേ? അതെ, അത് തന്നെയാണ്. ഈ ഒരു മെസ്സേജ് ശരിക്കും നോട്ട് ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമായി പറയാറുള്ളത്, നമ്മൾ പലതവണ നമ്മൾ ഓരോ വ്യക്തികളെയും കോൺടാക്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കർഷകരെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുള്ള കാര്യം,
നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന വളപ്രയോഗങ്ങൾ ഏതാണോ അത് തന്നെ തുടരുക. കാരണം കാലാകാലങ്ങളായിട്ട് അവലംബിച്ച ഒരു രീതിയാണ്. ചിലപ്പോൾ തലമുറകൾ കൈമാറി വന്ന ഒരു കാർഷിക രീതി ആയിരിക്കും ആ പ്രദേശത്ത് അവർ അനുശാസിക്കുന്നത്. അതിനകത്ത് പെട്ടെന്നുള്ള ഒരു മാറ്റം ഒരു പക്ഷേ ചെടികൾക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ആ സമയത്ത് നമ്മൾ പറയുന്നത് അളവ് കുറച്ച് നമ്മുടെ ഉൽപ്പന്നങ്ങളും കൂടെ ചേർത്ത് പ്രയോഗിക്കാനാണ് പറയുക. അത് 1-ാം വട്ടവും 2-ാം വട്ടവും 3-ാം വട്ടവും വരുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ അളവ് കൂട്ടുകയും കാലക്രമേണ ഇവർ ചെയ്ത പോലെ തന്നെ പൂർണ്ണമായിട്ടും നമ്മുടെ ഉൽപ്പന്നങ്ങളിലുള്ള ഒരു കൃഷി രീതിയിലേക്ക് വരെ മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്തൊന്ന് ഞങ്ങൾക്ക് അറിയാനുള്ളത് പ്രധാനമായിട്ടും പൂർണ്ണമായും ഒരു ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ 100% ജൈവ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൃഷി, ഇത് വെസ്റ്റീജ് ഉൽപ്പന്നങ്ങളിലൂടെ പ്രാവർത്തികമാക്കാൻ പറ്റും. അത് പ്രായോഗികമായ ഒരു പരിഹാരമാണോ അതോ പുറമേ നിന്ന് പറയാൻ മാത്രം പറ്റുന്ന ഒന്നാണോ? ഓവർ ടു മിനി ആൻഡ് അനിൽകുമാർ സർ. അനിൽ സർ, മിനി മാം, ചോദ്യം കേട്ടു എന്ന് തോന്നുന്നു. പൂർണ്ണമായും ജൈവ കൃഷി എന്നുള്ളത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ പ്രാവർത്തികമാക്കാൻ സാധിക്കും, ക്രമീകരിക്കാൻ സാധിക്കും. വിളകളെ സംബന്ധിച്ച് മണ്ണിലെ സൂക്ഷ്മമൂലകങ്ങളെ എല്ലാം വളരെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്തെടുത്തിട്ട് ചെടികളുടെ വളർച്ചയും അതുവഴിക്ക് ഉൽപാദനവും മികച്ച ഉൽപാദനവും നൽകാനായിട്ട് സാധിക്കുമെന്നത് തന്നെയാണ് നമ്മളുടെ അനുഭവത്തിൽ നമ്മൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ നമ്മൾ വെസ്റ്റീജിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ഈ അഗ്രി പ്രൊഡക്റ്റുകളെല്ലാം തന്നെ സെല്ലുലാർ നറിഷ്മെന്റ് ടെക്നോളജി പ്രകാരം ആണ് ഓഡിയോക്ക് ഡിസ്റ്റർബൻസ് എല്ലാവർക്കും ഉണ്ടോ? എനിക്ക് മാത്രമേ ഉള്ളൂ. ആരോഗ്യം തന്നെ നിലനിർത്താനും നഷ്ടപ്പെട്ട ആരോഗ്യം ഉണ്ടെങ്കിൽ അതിനെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായിട്ട് CNT അഥവാ സെല്ലുലർ ന്യൂട്രീഷൻ അല്ലെങ്കിൽ സെല്ലുലർ നറിഷ്മെന്റ് തെറാപ്പി എന്നുള്ള ഒരു പ്രോസസ്സിലൂടെ ആയതുകൊണ്ട് തന്നെ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളെ പൂർണ്ണമായിട്ടും ആഗിരണം ചെയ്യാൻ നമ്മുടെ ഉൽപ്പന്നങ്ങൾ സഹായിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് അല്ലേ അനിൽ സാർ കൺവേ ചെയ്തത്? അതെ അതെ. ഓക്കെ. അതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഇപ്പൊ രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കൃഷി എന്ന് പറയുമ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ നമ്മൾ കാണുന്ന ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം എന്ന് മുതലാണോ നമ്മൾ രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതിയിലേക്ക് മാറി തുടങ്ങിയത് അന്ന് മുതലാണ്. അപ്പോ നമ്മൾക്ക് ജൈവ രീതിയിലുള്ള കൃഷി നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ജൈവ രീതിയിലുള്ള ഗുണമേന്മയുള്ള ഇപ്പൊ സാറ് ചോദിച്ച ഒരു ചോദ്യത്തില് ജൈവ കൃഷി ലാഭകരമാണോ എന്ന് ചോദിച്ചാല് ഗുണമേന്മയുള്ള ജൈവ വളങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതി എപ്പോഴും നമുക്ക് ലാഭകരം തന്നെയാണ്. അപ്പൊ എല്ലാത്തിലും നല്ലതും ചീത്തയും ഉണ്ട് എന്ന് പറയുന്ന പോലെ ജൈവവളങ്ങൾ എന്ന പേരിൽ വരുന്ന ഒരു ക്വാളിറ്റി ഇല്ലാത്ത ജൈവവളങ്ങൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അതൊരിക്കലും ലാഭകരമല്ല. പക്ഷെ നമ്മൾ ഗുണമേന്മയുള്ള വളങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിലൂടെ ലാഭകരമായിട്ട് തന്നെ കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതില് നമ്മുടെ വെസ്റ്റീജ് ഉൽപ്പന്നങ്ങള് ഗുണമേന്മയുടെ കാര്യത്തിൽ വളരെ എന്താ പറയുക ഉയർന്ന തലത്തിൽ തന്നെയുള്ള പ്രൊഡക്റ്റുകളാണ്. അതിന് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന സെല്ലുലാർ നറിഷ്മെന്റ് ടെക്നോളജിയിലാണ് നമ്മളുടെ പ്രൊഡക്റ്റുകളെല്ലാം. അതിപ്പോ ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ അടക്കം എല്ലാ പ്രൊഡക്റ്റുകളും ആ ടെക്നോളജിയിൽ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് മനുഷ്യരുടെ കോശങ്ങളുള്ള പോലെ തന്നെ സസ്യങ്ങളിലും കോശങ്ങളാൽ നിർമ്മിതമാണ്. അപ്പൊ പ്ലാന്റ്സിന്റെ ഒക്കെ കോശങ്ങളിലേക്ക് അത് ഡയറക്റ്റ് അബ്സോർബ് ചെയ്യപ്പെടുകയും അതിന്റെ ശരിയായ റീജനുവേഷൻ നടക്കുന്നു. അവിടെ സെല്ലുകളിൽ റീജനുവേഷൻ നടക്കുകയും കോശങ്ങൾ ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യനാണെങ്കിലും ഹെൽത്തി ആവും. അതുപോലെ തന്നെയാണ് പ്ലാന്റ്സിനും സംഭവിക്കുന്നത്. അപ്പോ നമ്മള് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. കാരണം നമ്മൾക്ക് ന്യൂട്രീഷണൽ റിച്ച് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ന്യൂട്രീഷണൽ റിച്ച് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അതിലൂടെ അത് കഴിക്കുന്ന നമ്മൾ മനുഷ്യർക്ക് രോഗപ്രതിരോധ ശക്തി കൂടും. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളുടെ സാധ്യത കുറയും. അതുപോലെ തന്നെ മണ്ണ്, മനുഷ്യൻ, അതുപോലെ തന്നെ നമ്മളുടെ പ്രകൃതി, ഇതെല്ലാത്തിനെയും നമ്മളുടെ ആവാസ വ്യവസ്ഥയെ മൊത്തത്തിൽ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. സൂക്ഷ്മജീവികളുടെ വളർച്ചയെ നമുക്ക് ത്വരിതപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമ്മള്
തിരിച്ച് എന്താ പറയാ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന ഒരു ലക്ഷ്യം നമുക്ക് ഇപ്പൊ എല്ലാവരും ആ ഒരു മുദ്രാവാക്യമാണ് ഇപ്പൊ പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും എന്താ പറയാ ഈസി വേയിലൂടെ കൂടുതൽ പണം ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ, അല്ലെ? അപ്പൊ എളുപ്പമാർഗത്തില് നമുക്ക് എന്ത് ചെയ്താലാണ് കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടുക, ആ ഒരു മേഖലയിലേക്കാണ് ഇപ്പൊ ഈ രാസവളങ്ങളുടെ ഉപയോഗത്തിലൂടെ നമ്മൾ കർഷകരെല്ലാം എത്തിച്ചേർന്നത്. അത് നമ്മളുടെ മണ്ണിനെ നശിപ്പിച്ചു, ജലത്തെ നശിപ്പിച്ചു, നമ്മളുടെ വായുവിനെ നശിപ്പിച്ചു, എല്ലാത്തിനെയും മലിനമാക്കുക എന്നുള്ള ഒരു സ്റ്റേജിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ളതിന്റെ ആ ഒരു ലക്ഷ്യം നമ്മൾ തുടങ്ങി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇനി ജൈവ കൃഷിയിലേക്ക് തന്നെ തിരിയണം. ഇപ്പൊ അത് ഒരുവിധം നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 99 കാലഘട്ടം മുതൽ അതിന് കൂടുതൽ പ്രാധാന്യം വരുന്നുണ്ട്. ജൈവ കൃഷി ഉപയോഗിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റിൽ വിലയും മറ്റുള്ള പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച് വിലയും കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നല്ല ഗുണമേന്മയുള്ള വളങ്ങൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ജൈവ കൃഷി നമുക്ക് ലാഭകരമാണ്. ഒപ്പം തന്നെ എന്താ പറയാ, ഇപ്പൊ സാർ ചോദിച്ച അടുത്ത ചോദ്യം, ഇത് യൂസ് ചെയ്താൽ നമുക്ക് ഉൽപാദനം കൂടുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉൽപാദനം കൂടുന്നുണ്ട്. അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് രാസവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആള് ജൈവ കൃഷിയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 3-4 മാസം നമ്മൾ അടുപ്പിച്ച് യൂസ് ചെയ്യേണ്ടി വരും. അതിപ്പോ 3 മാസത്തിൽ ഒരിക്കൽ എന്നുള്ള രീതിയിലൊന്നും നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് നാൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ യൂസ് ചെയ്ത് നമ്മളുടെ മണ്ണിന്റെ ആ സ്വാഭാവികത ഫലപുഷ്ടിയിലേക്ക് നമ്മൾക്ക് എത്തിക്കാൻ പറ്റും. പിന്നീട് നമ്മൾ പൂർണ്ണമായിട്ടും നമുക്ക് ജൈവ കൃഷി. റൈറ്റ്. ഇവിടെ മിനി മാഡം കംപ്ലീറ്റ് ആയി എന്ന് തോന്നുന്നു അല്ലേ? റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. മിനി മാഡം ഒരുപക്ഷെ അനിൽ സാർ പറഞ്ഞതിനെ ഒന്നുകൂടെ പൂർത്തീകരിക്കാൻ വേണ്ടി പറഞ്ഞത്, ജൈവ കൃഷി ലാഭകരമാകണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ജൈവ കൃഷി രീതിക്ക് അവലംബിക്കുന്ന ഉൽപ്പന്നങ്ങളും കൂടെ ക്വാളിറ്റി മാറ്റർ ചെയ്യുന്നുണ്ട്. വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എവിടെ എടുത്താലും, അതായത് വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞതുപോലെ എല്ലാവരും ജൈവം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ക്വാളിറ്റിയുള്ള ജൈവ കൃഷിക്ക് നിദാനമായിട്ടുള്ള വസ്തുക്കൾ കിട്ടുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് വെസ്റ്റീജ് എന്നുള്ള ബ്രാൻഡ് ഊന്നൽ കൊടുക്കുന്നത്. കാരണം ക്വാളിറ്റി പ്രൂവൺ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ, അതിലൂടെ റിസൾട്ട് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒന്ന്. രണ്ടാമത്, മിനിമേഡം വളരെയധികം ഊന്നൽ കൊടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ലാഭകരമാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. പൈസയുടെ കാര്യത്തിൽ ലാഭകരമാകുന്നു എന്നുള്ളതിനുപരി നല്ല ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തിൽ പറന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണത്തെ തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നു. അതായത് ഭക്ഷ്യവസ്തുക്കളുടെ വിഷാംശത്തിന് കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ സാധിക്കുന്നു. മൂന്നാമത് പറയുന്നുണ്ട്, കൃഷിക്ക് വരുന്ന ചെലവ് കുറയുന്നു എന്നുള്ളതിന് ഉപരി ഉൽപ്പന്നത്തിന്റെ ലഭ്യത അഥവാ ഈൽഡ് കൂട്ടുന്നതിനും ഈ ഉൽപ്പന്നങ്ങൾ ഉപകരിക്കുന്നുണ്ട്. അത് അവരവരുടെ കൃഷിത്തോട്ടത്തിൽ പ്രൂവ് ചെയ്തതിനു ശേഷമാണ് ഇത്ര ശക്തമായ രീതിയിൽ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു പക്ഷേ തെങ്ങ് കൃഷിയെ പറ്റി ഒരു വാക്കൊന്ന് പറയാൻ പറ്റുമോ? തെങ്ങ് കൃഷിയിൽ നിങ്ങൾക്കുണ്ടായ ലാഭത്തെ പറ്റി മാത്രമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ അത് പൂർത്തീകരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും തെങ്ങ് കൃഷിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മള് ആദ്യം അതിന്റെ ഉൽപാദന ചെലവിനെ കുറിച്ച് പറഞ്ഞാല്, ഇപ്പോൾ സാധാരണഗതിയിൽ ഞങ്ങളുടെ നാട്ടില് ഉപയോഗിക്കുന്നത് കോഴിവളം അല്ലെങ്കിൽ കാലിവളം, കന്നുകാലിവളം, ചാണകം അല്ലെങ്കിൽ കോഴിക്കാഷ്ടം. പിന്നെ ഇതിന്റെ കൂട്ടത്തില് ഒരു പ്രായപൂർത്തിയെത്തിയ ഒരു വളർച്ചയെത്തിയ തെങ്ങിനെ സംബന്ധിച്ച് ഒരു 3 കിലോ രാസവളവും കൂടി. അങ്ങനെയാണ് ഒരു ടേമിൽ ചെയ്യുന്നത്. അങ്ങനെ 2 തവണ ചെയ്യും. 6 മാസത്തിന്റെ ഇടവേളയിൽ 2 തവണയാണ് സാധാരണ വളപ്രയോഗം തെങ്ങിന് നടത്തുന്നത്. ഇതിന് വേണ്ടി വരുന്ന ചെലവ് ഏകദേശം ഒരു വർഷത്തേക്ക് ഒരു ടൈമിന് ഒരു 220 രൂപയെന്നാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകർ പറയുന്നത്. അല്ലെങ്കിൽ ഞങ്ങളും മുൻപ് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. 3.5 വർഷത്തിന് മുൻപ് നമ്മളുടെ തോട്ടത്തിലും അതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു വർഷത്തേക്ക് 440 രൂപ, ഏകദേശം 480 രൂപയോളം ചെലവ് ഒരു തെങ്ങിനെ ചെയ്യേണ്ടി വരുന്ന സ്ഥാനത്ത് ഇപ്പോ ഞങ്ങളുടെ തോട്ടത്തിൽ വെസ്റ്റീജിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ ചെലവ് കേവലം 25% കുറയ്ക്കാൻ സാധിക്കും. വെറും 110 രൂപയിൽ ഒരു തെങ്ങിനെ നമ്മൾക്ക് ഒരു വർഷം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് അതിനകത്ത് വരുന്ന ചെലവ്. അതോടൊപ്പം തന്നെ ഈ മറ്റ് വളങ്ങൾ ഇപ്പൊ ചാണകം ഇട്ട് കൊടുക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ രാസവളം ഇട്ട് കൊടുക്കാനാണെങ്കിലും മറ്റേ എന്തെങ്കിലും കോഴിവളം ഇട്ട് കൊടുക്കാനാണെങ്കിലും നമ്മൾ ഒരു
സപ്പോർട്ട് നമ്മൾക്ക് ആവശ്യമാണ്. ഇതിന്റെ ചോട് ഇത് ഒരു പുറത്തു നിന്നുള്ള ആളുകളുടെ സഹായം കൂടി ഇല്ലാതെ ആ ജോലി ചെയ്യാൻ സാധിക്കില്ല. അതേസമയം നമ്മളുടെ വെസ്റ്റീജിന്റെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ കേവലം നമ്മൾക്ക് തന്നെ ഇപ്പൊ ഈവൻ ഒരു 500 തെങ്ങ് ഉണ്ടെങ്കിൽ പോലും ഒരാൾക്ക് നമ്മൾക്ക് വേറൊരാളെ ആശ്രയിക്കാൻ നമ്മൾക്ക് തനിയെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ സാധിക്കും ഇതിനകത്തുള്ള ഈ വളപ്രയോഗം. അപ്പൊ നമ്മൾക്കത് ഏത് സമയത്താണ് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മറ്റൊരാളുടെ കാത്തു നിൽക്കാതെ, അവരുടെ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ നമ്മളുടെ സമയത്തിന് തന്നെ അത് ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെറും 25% കൃഷി ചെലവ്, ഉൽപാദന ചെലവ് 75% നമ്മൾക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ചെറിയ വ്യത്യാസമല്ല, 75% കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഉൽപാദനത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ തോട്ടവും നമ്മളുടെ അടുത്തുള്ള മറ്റു രീതിയിൽ അവര് പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്ത് വരുന്ന, പരമ്പരാഗത രീതി എന്ന് പറയുമ്പോൾ നമ്മളുടെ ജൈവ രീതി തന്നെയാണ്. പക്ഷെ രാസവളവും കോഴിവളവും എല്ലാം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന തോട്ടങ്ങളും തമ്മിലുള്ള ഉൽപാദനത്തിന്റെ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ഏകദേശം ഒരു 30 മുതൽ 40% വരെ ഉൽപാദനം കൂടുതലും നമ്മൾക്ക് കിട്ടുന്നുണ്ട്. 75% ഉൽപാദന ചെലവ് കുറച്ചുകൊണ്ട് 30% ഉൽപാദനം കൂട്ടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ആ കാര്യത്തിൽ തെങ്ങ് കൃഷിയുടെ കാര്യത്തിൽ നമ്മൾക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണ്. ദയവ് ചെയ്ത് എല്ലാവരും അത് നോട്ട് ചെയ്യുക. ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ചോദിച്ച ചോദ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവരുടെ പ്രായോഗിക തലത്തിൽ അവരുണ്ട് കണ്ടെത്തിയ സത്യമാണ് നമ്മളോട് ഷെയർ ചെയ്തത്. അതായത് 3.5 കൊല്ലങ്ങളായിട്ട് ഇവർ ഈ ഒരു വളപ്രയോഗത്തിലൂടെ മാത്രമാണ് കൃഷി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് മുന്നുള്ള ഒരു കാലത്ത് 220 രൂപ ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 440 രൂപയായിരുന്നു ഒരു തെങ്ങിന് ഇൻപുട്ട് കോസ്റ്റ് അഥവാ ആപ്ലിക്കേഷൻ കോസ്റ്റ് എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ 25% എന്ന് പറയുമ്പോൾ 55 രൂപ, അത് 2 പ്രാവശ്യം ആകുമ്പോൾ 110 രൂപയെ ഒരു വർഷത്തിൽ അവർക്ക് ചെലവ് വരുന്നുള്ളൂ എന്ന് ആലോചിക്കുക. ഇവിടെയാണ് അവർ പറഞ്ഞത് 75% ചെലവിൽ നിന്നും കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളതിന് പുറമെ ഈൽഡ് നോക്കുമ്പോൾ അഥവാ തെങ്ങിൽ നിന്നുള്ള വിളവെടുക്കുമ്പോൾ അത് 30% കണ്ട് കൂടുന്നു. കൂട്ടിയാൽ 105% എന്ന് പറഞ്ഞാൽ ഇരട്ടി വിളവർധന എന്ന് വേണമെങ്കിലോ അല്ലെങ്കിൽ ഇരട്ടി ലാഭം എന്നുള്ള രീതിയിലോ വേണമെങ്കിൽ കാണാം. ഇത് മിനിമേഡം പറഞ്ഞ ബാക്കി ഇതര ഗുണങ്ങൾക്ക് ഉപരിയാണെന്ന് ഓർക്കുക. ഇത് സാമ്പത്തിക മെച്ചം മാത്രമാണെന്നുണ്ടെങ്കിൽ ബാക്കി ഇത്രയും നല്ല ക്വാളിറ്റി ഉൽപ്പന്നത്തിന് മാർക്കറ്റിലുള്ള ഡിമാൻഡ്, അത് മാത്രമല്ല പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു സേവനം, ഇതിനെല്ലാത്തിനും ഉപരി ഒരു ജനതയോട് നമുക്ക് കാണിക്കാവുന്ന അർപ്പണം. ഇവിടെ എല്ലാം നമ്മൾ ചെയ്യുന്നത് വെസ്റ്റീജ് എന്നുള്ള കമ്പനിയിൽ വിശ്വസിക്കുകയും അതിന്റെ ഉൽപ്പന്നങ്ങളിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഒരു കൃഷിരീതി അവലംബിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കപ്പിൾ ചെയ്ത ഏറ്റവും വലിയ കാര്യം. ഇത് തന്നെയാണ് നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് തന്നെയാണ് ഈ ഒരു എക്സ്പെർട്ട് ടോക്കിലൂടെ നമുക്ക് കിട്ടേണ്ടത്. വളരെ വളരെ സന്തോഷമുണ്ട്. ഇത്രയ്ക്ക് തുറന്ന ഒരു സമീപനത്തോടുകൂടി വളരെ കാൽക്കുലേറ്റീവ് ആയിട്ട് നിങ്ങൾ അവതരിപ്പിച്ചത് കൊണ്ട്, വളരെ ഷാർപ്പായിട്ട് ആൻസർ ചെയ്തത് കൊണ്ട് നമുക്ക് കണക്കൂട്ടേണ്ട ആവശ്യം വന്നില്ല. ഇറ്റ് ഹാസ് ബിൻ ഡൺ. എന്തായാലും നിങ്ങളിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഉപദേശം ഇതാണ്. ഞങ്ങൾ കുറച്ചുപേർ ഈ വെസ്റ്റീജ് പ്രദാനം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് വെക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ എന്ത് ഉപദേശമായിരിക്കും ഞങ്ങൾക്ക് തരും? നിങ്ങൾക്ക് തരാവുന്ന ഏത് വ്യക്തിക്കും, അതായത് കർഷകനല്ലാത്ത വ്യക്തിയും കാർഷിക മേഖലയിലേക്ക് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വീട്ടുമുറ്റത്തോ ടെറസ് ഗാർഡനിലോ കിച്ചൺ ഗാർഡനിലോ ഗ്രോ ബാഗിലോ മറ്റോ കൃഷി ചെയ്യാൻ തുടങ്ങുന്ന വ്യക്തിയാണെങ്കിൽ പോലും അവർക്ക് തരാവുന്ന ഉപദേശം ഉണ്ടാവും. സാറേ, അതില് നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഏതൊരു കർഷകനും കൃഷി ചെയ്യുമ്പോൾ അതെ ഏതൊരു കൃഷി ആയിക്കോട്ടെ, അതിപ്പോ കവുങ്ങോ തെങ്ങോ നെല്ലോ ഏത് കൃഷിയാണെങ്കിലും ആ കൃഷി ആരംഭിക്കാൻ മുതലുള്ള ഒരു കർഷകന്റെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൃഷിയുടെ വിളവെടുത്ത് അത് മാർക്കറ്റിൽ എത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന
വില തന്നെയാണ്. മാർക്കറ്റിൽ എത്തിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന വില തന്നെയാണ്. അപ്പൊ വില മാക്സിമം നമ്മൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് കിട്ടണം എന്നാണ് ഏതൊരു കർഷകനും ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മള് ചെലവ് എത്ര അധികരിച്ചാലും എത്ര കുറഞ്ഞാലും മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റ് നമ്മൾ എത്തിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് അന്നത്തെ മാർക്കറ്റ് വിലയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഒരു പക്ഷേ ചെലവ് കൂടുതൽ, ഇത് ഉൽപാദനത്തിന് ചെലവ് കൂടുതൽ വന്നു എന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന് ഇത്രയും ചെലവായതാണ്, അതുകൊണ്ട് നമുക്ക് വില കൂട്ടി തരണം എന്ന് മാർക്കറ്റിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അന്നത്തെ മാർക്കറ്റ് വില എത്രയാണോ അതേ നമ്മൾക്ക് കിട്ടുള്ളൂ. അപ്പൊ എപ്പോഴും ഒരു വളമാണെങ്കിലും ഏറ്റവും ചുരുങ്ങിയ തോതിൽ ചെയ്ത് മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കുക, ഇതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ആകെയുള്ള ഒരു കാര്യം. അപ്പൊ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ്. കാരണം ലേബർ ചാർജ് വളരെ കുറവെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുന്ന ഒരു ഫാമിലി ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ രണ്ടുപേരും നല്ല ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ അവിടെ വേറൊരു എന്താ പറയുക ഒരു സർവന്റിന്റെ ആവശ്യമില്ല, ഒരു ലേബർ അഡീഷണൽ വേണ്ട, അവർക്ക് രണ്ടുപേർക്കും കൂടി മാനേജ് ചെയ്യാവുന്നുള്ളൂ. ഇപ്പൊ തന്നെ ഇവിടെ പറഞ്ഞ പോലെ 500 തെങ്ങിന് നമുക്ക് തനിച്ച് തന്നെ ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമ്മൾക്ക് തന്നെ നമ്മളുടെ വെസ്റ്റീജ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് വളപ്രയോഗം നടത്താവുന്നതുള്ളൂ. അപ്പൊ ലേബർ കോസ്റ്റ് ഇപ്പൊ വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പാലക്കാടാണ് ഒരല്പമെങ്കിലും ലേബർ ചാർജ് കുറവ്. നമ്മളുടെ എറണാകുളം മറ്റുള്ള ജില്ലകളെയൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടി കുറവ് താരതമ്യേന പാലക്കാടായിരിക്കും. എങ്കിലും പോലും നമുക്ക് ലേബർ ചാർജ് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. ഒപ്പം തന്നെ അവൈലബിലിറ്റി ഇതിപ്പോ നമ്മൾക്ക് തൊഴിലാളികളെ കിട്ടാനും ഈ സമയത്ത് വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പൊ തന്നെ നമ്മൾക്ക് ഇവിടെയൊക്കെ തൊഴിലാളികളായിട്ട് വരുന്നവർ തന്നെ ഏകദേശം ഒരു 50 to 60 വയസ്സിന് ഇടയിലോ പ്രായമുള്ള ആളുകളാണ്. അവരൊരു 5-6 വർഷങ്ങൾക്ക് ശേഷം ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾ ഇനിയിപ്പോ ഈ ഒരു തൊഴിലിന് വരണം എന്നില്ല. അപ്പൊ തന്നെ നമുക്ക് തൊഴിലാളികളെ കിട്ടാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നാട്ടില് കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മളുടെ വെസ്റ്റീജ് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹലോ എനിക്ക് തോന്നുന്നു മിനി മാഡം ഇപ്പൊ ഓക്കെ മിനി മാഡം ഇപ്പൊ ക്ലിയർ ആയി. ഞാൻ അതിന്റെ ബാക്കി ഭാഗം കൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തേക്കാം. മിനി മാഡവും അനിൽ സാറും കൂടെ നമ്മളോട് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കൺവിൻസ് ആണ്, ജൈവ കൃഷിക്ക് ചാണകമോ കോഴിക്കാഷ്ടമോ എന്ത് വേണമെങ്കിലും കമ്പോസ്റ്റ് ആവാം. പക്ഷേ അതിന്റെ അപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ലേബർ കൗണ്ട് ചെയ്യേണ്ടി വരും. കർഷകന്റെ ഇൻപുട്ട് കോസ്റ്റിനകത്ത് ലേബറും കൂടി ആഡ് ചെയ്തിട്ടാണ് കോസ്റ്റ് പറയേണ്ടി വരിക. ഉൽപ്പന്നങ്ങൾ മാത്രം പോരല്ലോ, പണിക്ക് വേണ്ടി പണിക്കാർക്ക് കൊടുക്കുന്ന കൂലിയും കൂടി കൊടുക്കേണ്ടി വരും. ഇവിടെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് വഴി വേണ്ടത്ര രീതിയിൽ വേണ്ട പോലെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേബർ പോലും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ലേബർ കോസ്റ്റ് പോലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവരത് പ്രൂവ് ചെയ്ത വ്യക്തികളാണ്. ഒരുപക്ഷെ അവരുടെ തെങ്ങിൻ തോപ്പിൽ അവർ വളരെ ഫലപ്രദമായ രീതിയിൽ തടമെടുക്കാതെ പോലും കുഴിക്കാതെ പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻ മെത്തേഡും അതിനുള്ള ഉൽപ്പന്നങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അത് ഉപയോഗിച്ചാണ് അവർ കൃഷി ചെയ്ത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവർ കാൽക്കുലേറ്റ് ചെയ്ത പ്രൊഡക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ചെലവിനേക്കാൾ മറ്റൊരു കാര്യം അമിതമായി വരാൻ സാധ്യത ഉണ്ടാകുന്ന ലേബർ കോസ്റ്റിനെ കൂടെ കട്ട് ചെയ്യാൻ പറ്റും. സോ ഇതായിരുന്നു ഇവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ശരിയല്ലേ മാഡം? വളരെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലോ ടെറസ് ഗാർഡനിലോ ഇത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. പക്ഷെ വിപുലമായ രീതിയിൽ കാർഷിക വൃത്തി അല്ലെങ്കിൽ ഇതിലൂടെ തന്നെയാണ് ഞാൻ ഇനി അങ്ങോട്ട് എന്ന് തീരുമാനിക്കുന്ന വ്യക്തികൾ ഇത് വളരെ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഒരു പക്ഷെ പാഷനായിട്ട് കൃഷി ചെയ്യുന്ന ആളുകൾ പോലും ലേബർ എഫക്റ്റീവ്. ഇപ്പൊ പാലക്കാട്ടെ ഇവർ പറഞ്ഞത് ലേബർ കോസ്റ്റ് കുറവാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. എറണാകുളം പോലത്തെ സ്ഥലങ്ങളിൽ ലേബറെ കിട്ടാനില്ലാത്ത അവസ്ഥയാണുള്ളത്. കോസ്റ്റ് കട്ട് ചെയ്യുന്നത് പോട്ടെ, ലേബർ കിട്ടാനുള്ള സാധ്യത പോലും മങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അതിന് ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളത് വളരെ വിലപിടിപ്പുള്ള ഒരു ഉപദേശമാണ്. അത് അവരുടെ പ്രായോഗിക ജീവിതത്തിൽ നിന്നും നമുക്ക് പകർന്നു തന്നാണ്. മറ്റൊരു കാര്യം നമുക്കറിയാനുള്ളത്, നിങ്ങൾ 3.5 കൊല്ലമായിട്ട് വളരെ വിപുലമായ രീതിയിൽ എനിക്ക് തോന്നുന്നു അവിടെ കുറച്ച് സ്ഥലം പാട്ടത്തിനെടുത്തും കൃഷി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പ്രധാനമായിട്ടും എന്ത് കൃഷികളാണ് ചെയ്യുന്നത്? അതിനകത്ത് എത്രയാണ് നിങ്ങളുടെ സ്വന്തം, എത്രയാണ് പാട്ടത്തിനുള്ള സ്ഥലം, അതിനകത്ത് എന്തൊക്കെയാണ് കൃഷി എന്നൊന്ന് പറയാമോ? നമ്മൾക്ക് സ്വന്തമായിട്ട് 3 ഏക്കർ ഭൂമിയാണ് ഉള്ളത്. അതില് നമ്മളിത് വാങ്ങുന്ന സമയത്ത് തെങ്ങ് മാത്രമായിരുന്നു. പിന്നീട് നമ്മൾ കവുങ്ങ്, അതുപോലെ തന്നെ ജാതി, വാഴ എല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്.
പിന്നെ നമ്മൾ ലീസിന് എടുത്ത് ചെയ്യുന്നിടത്ത് നമ്മൾ പപ്പായ, ഹസ്ബൻഡിന് റെഡ് ലേഡി പപ്പായ, അതിന്റെ മാർക്കറ്റിംഗ് കൂടി ഉണ്ട്. അപ്പോ നമ്മളും പപ്പായ ചെയ്യുന്നുണ്ട്, ലീസിന് എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആ കൂട്ടത്തില് കൂവന്ന് വെച്ചാൽ ആരോ റൂട്ട്, അത് മഞ്ഞള് അത്, പിന്നെ മുളക്, അങ്ങനെയുള്ള ഇതൊക്കെ നമ്മള് അഡീഷണൽ ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തില്. അപ്പം ആലോചിച്ച് നോക്കേണ്ടത്, ഒരു കൃഷിയിടത്തിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ, അഥവാ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഫാമിംഗ് ലാൻഡ്സ്, അതായത് സ്ഥലം ഏതൊക്കെ വിധത്തിൽ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി പെരുമാറിയത് കൊണ്ട് തന്നെയും മാത്രമല്ല, അവിടെ പ്രയോഗിക്കുന്ന വളമായാലും എല്ലാം ആ പ്രദേശത്തുള്ള എല്ലാ ക്രോപ്സിനും കിട്ടുന്ന രീതിയിലും കൂടിയാണ് ഇവരത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കാം. ഈ രീതിയിൽ കൃഷി ചെയ്ത് അതിലൂടെ ലാഭം ഉണ്ടാക്കി, ഇപ്പൊ പറഞ്ഞു അദ്ദേഹം ആൾറെഡി റെഡ് ലേഡി പപ്പയുടെ ഡിസ്ട്രിബ്യൂഷനിലും മാർക്കറ്റിംഗിലും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാനും കൂടെ തുടങ്ങിയിരിക്കുന്നു. അപ്പം ഒരുപക്ഷെ ഈ കോൺഫിഡൻസ് വന്നു ചേർന്നത് തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയും അത് ഉപയോഗിച്ച് അവർക്ക് കിട്ടിയിട്ടുള്ള ഫലവും തന്നെ ആയിരിക്കും. ഇത് തന്നെയാണ് മറ്റുള്ളവർക്ക് അനുകരിക്കാനും മാതൃകയാക്കാനും പറ്റുന്നത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന അല്ലാതെ നിങ്ങൾ കൊടുത്തിട്ടുള്ള കുറച്ചേറെ ആളുകളുണ്ട്, അവരിന്ന് ഉപയോഗിക്കുന്നുണ്ട്, അവരിൽ ചിലപ്പോൾ നമ്മളോടൊപ്പം ഡിസ്ട്രിബ്യൂട്ടറായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിലൊരു വ്യക്തിയായിട്ടാണ് എന്നോട് ശിവദാസൻ സാറിനെ പറ്റി പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ശിവദാസൻ സാർ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം പാലക്കാട് നിവാസിയാണ്, കൊല്ലങ്കോട് നിവാസിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ യാ വെരി ഗുഡ്, അദ്ദേഹത്തിന്റെ ഉൽപ്പന്നം ഒന്ന് പറയാമോ? വളരെ ചെറിയ കുറച്ച് സമയം കൊണ്ട് മാത്രം, കാരണം നമുക്ക് സമയം വളരെ കുറവാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന, ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഗുണകരമാവുന്ന എന്തെങ്കിലും ഒരു ഉപദേശം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നന്നായി. ഹലോ സർ, ഞാൻ കൊല്ലങ്കോട് യലവഞ്ചേരി പഞ്ചായത്താണ്, പാലക്കാട് ജില്ലയിൽ. കേൾക്കുന്നുണ്ടോ സർ? കേൾക്കുന്നുണ്ട്, വളരെ ക്ലിയർ ആണ്. ഞാൻ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് യലവഞ്ചേരി പഞ്ചായത്തിലാണ്. ഞാൻ ഒരു 88 തൊട്ട് പച്ചക്കറി കൃഷി ചെയ്ത വ്യക്തിയാണ്. പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ അന്ന് കുറേശ്ശെ ചെയ്തു. ഇപ്പൊ ഞാനൊരു 10 ഏക്കറോളം പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പാവല്, പടവല് എല്ലാ ഐറ്റങ്ങളുമായിട്ട് ഞാനൊരു 10 ഏക്കറോളം ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ഹരിതകീർത്തി അവാർഡ് വാങ്ങിയാണ്. അതേപോലെ തന്നെ ഈ കൊല്ലം ഇപ്പോ പച്ചക്കറി ഇനത്തിലെല്ലാം കൂടി 260 ടണ്ണോളം ഉൽപാദനം വിറ്റ് ഒഴിച്ചിട്ടുണ്ട്. 73 ലക്ഷം രൂപയുടെ ബിസിനസ് നടത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു VAPCK എന്ന് പറഞ്ഞൊരു ഞങ്ങളുടെ സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിലാണ് വിറ്റ് പോകുന്നത്. ഞങ്ങളുടെ ഈ സമിതിയിൽ തന്നെയാണ് ഈ കൊല്ലം കോടിപതിയായ ശിവദാസൻ, ശിവദാസ് എന്ന് പറയും. അതേപോലെ തന്നെ ഇപ്പൊ പപ്പനാഭൻ കോടിപതിയായിട്ടുണ്ട്. അതേപോലെ തന്നെ സുനിൽ കുമാറും കോടിപതിയായിട്ടുണ്ട്. പക്ഷെ അവർക്ക് 20 ഏക്കർ ഭൂമിയുണ്ട്, എനിക്ക് 10 ഏക്കറേ ഉള്ളൂ. അപ്പൊ ഞാൻ 10 ഏക്കറിൽ എനിക്കൊരു 5 ഏക്കറോളം സ്വന്തവും ബാക്കിയെല്ലാം പാട്ടത്തിനാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കുറച്ച് പപ്പായ കൃഷി ചെയ്യാമെന്ന് ഒരു പ്ലാൻ ഇട്ടത്. പ്ലാൻ ഇട്ട് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ചറിഞ്ഞത്, പപ്പായ കൃഷി ചെയ്താൽ പോരാ, ഈ സാധനം ഉണ്ടാക്കിയ വിറ്റുപോകും വേണമല്ലോ. അങ്ങനെയാണ് ഞാൻ അനിലേട്ടനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അനിലേട്ടൻ പപ്പായ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ മരുന്നും പ്രോഡക്റ്റുകളും ഞങ്ങൾ തന്നോളാം, വളങ്ങളും എല്ലാ സാധനങ്ങളും തന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോ ഒരു 2200 പപ്പായ വെച്ചിട്ടുണ്ട്. പപ്പായ വെച്ചിട്ട് ഇപ്പൊ ഒരു 7 മാസമായി. ഇതേവരെ വെസ്റ്റിന്റെ ഉൽപ്പന്നങ്ങളാണ് ഞാനോട്ടേക്ക് ഇതാണ് തന്നിരിക്കുന്നത്. അതിപ്പോ അനിലേട്ടന്റെ പ്രകാരം തന്നെ ഞാൻ കുഴികുത്തി വെച്ചു, ഇപ്പൊ ചെയ്തു, കായായി. നാളെ ഉദ്ഘാടനം, കുറച്ച് കായ് പറിക്കുകയാണ്. അപ്പൊ ഇതുവരെ ഞാൻ വേറെ മരുന്നുകളോ വളവോ ചെയ്തിട്ടില്ല. എന്നാൽ ബാക്കിയുള്ള കൃഷി മുഴുവനും ഞാൻ എന്റെ രീതിയിലാണ് പച്ചക്കറി ചെയ്യുന്നത്. ഈ പപ്പായയിൽ ഞാൻ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ അനിലേട്ടൻ വന്ന് നോക്കി, വലിയ കുഴപ്പമില്ല, ഇതോടെ കുഴപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഈ കൊല്ലത്തെ കാലാവസ്ഥയും ഇപ്പോ 37-38 ഡിഗ്രി ചൂടിലാണ് നിൽക്കുന്നത് പാലക്കാട്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങൾ കാണാൻ. അപ്പൊ ഞാൻ ആ മരുന്നാണ് ഇപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഒഴിക്കുന്നതും അടിക്കുന്നതും അനിലേട്ടന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ്. പിന്നെ ഞങ്ങൾക്ക് വരുന്നൊരു പ്രശ്നം വേറൊന്നുമില്ല. ഇതിന്റെ മുന്നിൽ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തിന്റെ ഈ ഇസ്രായേൽ ഓർഗാനിക് മോഡലിൽ ഒരു കൃഷിയാന്ന് പറഞ്ഞ് പാവല് കൃഷി ഒരു 3 ഏക്കർ ചെയ്ത് ഉൽപാദനം ലേശം കുറഞ്ഞു. എന്നാലും സാധനത്തിന് വില കിട്ടുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മെച്ചമായിരുന്നു. പക്ഷെ അത് ഓർഗാനിക് സാധനം എടുക്കാനുള്ള ആളില്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ ഈ തമിഴ്നാട്ടിൽ നിന്ന് കയറി വരുന്ന ആ പച്ചക്കറിയുടെ കൂടെ തന്നെ ഈ സാധനം
കയറിപ്പോയി നമുക്ക് ആ വിലയും കിട്ടും. നമ്മൾക്കിത് ഓർഗാനിക് സാധനം എടുക്കുമ്പോൾ അതിനുള്ള വിലയും കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉൽപാദനത്തിൽ ലേശം കുറഞ്ഞാലും നമുക്ക് ലാഭം നമുക്കത് കിട്ടാന്ന് പറഞ്ഞാൽ വിലയിൽ കിട്ടുമായിരുന്നു. പിന്നെ ഇത് ചിലപ്പോൾ നമ്മൾ വളമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വളമാണ് നമ്മൾ കണ്ടമാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഓർഗാനിക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് പയ്യെ പയ്യെ ആ സാധനം മുന്നോട്ട് കയറി വരും. അതിന് വലിയ ദോഷം. ഇപ്പൊ ഞാൻ പപ്പായയിൽ ചെയ്തിട്ട് എനിക്കൊരിതും സംഭവിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഇപ്പൊ എല്ലാവരും പറഞ്ഞിട്ട് ഞാനിപ്പോ എന്റെ പച്ചക്കറിയിലേക്കും കൂടി ഇതിന് കുറേശ്ശെ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി പറ്റില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ചെയ്യുന്നതാണ്. ഒരു വർഷം 50 ലക്ഷം രൂപയോളം ആണ് ഇറക്കിയിട്ട് ചെയ്യുന്ന സാധനമാണ്. എവിടെയെങ്കിലും ഒന്ന് പൊട്ടിപ്പോയാൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സ്ഥലവും വിറ്റാല് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ കുറേശ്ശെ ഇതിലേക്ക് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ പപ്പായ ഏതായാലും ഒരു 3 ഏക്കർ അത് ചെയ്യുന്നുണ്ട്. പപ്പായക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇനി പച്ചക്കറിയിലേക്ക് കുറേശ്ശെ തുടങ്ങാം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം ശിവദാസൻ ചേട്ടാ, വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നാളെ വിളവെടുക്കുന്ന റെഡ് ലേഡി പപ്പായയുടെ കർഷകത്തിൽ ഈ ഇരിക്കുന്നത്. അതിന് കിട്ടിയ മുഴുവൻ മാർഗനിർദ്ദേശങ്ങളും നമ്മുടെ അനിൽകുമാർ സാറിൽ നിന്നാണെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ ഏറ്റു പറഞ്ഞു. മാത്രമല്ല, കാലങ്ങളായിട്ട് കൃഷി ചെയ്യുന്ന ശിവദാസൻ ചേട്ടനെയാണ് നമ്മളിപ്പോ കണ്ടത്. പക്ഷെ 3.5 കൊല്ലം കൊണ്ട് മാത്രം കൃഷി ചെയ്ത ഒരു കപ്പിളാണ് ഈ ശിവദാസൻ ചേട്ടനെ ഗൈഡ് ചെയ്യുന്നതെന്ന് ആലോചിക്കുക. ഇത് മിനി അനിൽകുമാർ എന്നുള്ള കപ്പിളിന്റെ കഴിവുകൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല. കിട്ടിയ ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ടുകളും കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് കാലങ്ങളായിട്ട് കൃഷി ചെയ്യുന്ന ശിവദാസൻ ചേട്ടനെ പോലത്തെ ഒരു വ്യക്തിക്ക് അനുകരണീയമായ ഒരു രീതിയാണെന്ന് കാണുകയും അതിനെ അവലംബിച്ചുകൊണ്ട് കൃഷിയിലേക്ക് വരാനും ആ കൃഷി രീതിയെ കുറച്ചുകൂടെ പ്രോത്സാഹനമാക്കാനും പറ്റി. അദ്ദേഹം എടുത്തു പറഞ്ഞു, ജൈവ കൃഷിക്ക് കിട്ടേണ്ട വില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് കിട്ടാവുന്ന റിസൾട്ട് എത്രയാണ്. നമ്മളിവിടെ കേട്ടു, 1-2 കോടിപതികളുടെ പേര് പറഞ്ഞു. കാർഷിക മേഖലയിലാണെന്ന് ഓർക്കണം. ഇത് LICയുടെയോ അല്ലെ ഇൻഷുറൻസ് ഏജന്റിലോ അല്ല പറഞ്ഞത്. അപ്പൊ എത്രമാത്രം അധ്വാനത്തിലൂടെ ആയിരിക്കണം ഇവരെല്ലാം ആ ലെവലിലേക്ക് എത്തുന്നതെന്ന് ആലോചിക്കുക. അപ്പൊ ഇത്രയേറെ സമ്പുഷ്ടമായിട്ട് ഒരു കാർഷിക രീതി നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരുപക്ഷെ മിനി അനിൽകുമാർ ദമ്പതികൾ ഉൽപ്പന്നത്തിലും ഉൽപാദനത്തിലും അതുപോലെ തന്നെ സമൂഹത്തിലേക്ക് വിഷമയമില്ലാത്ത വസ്തുക്കൾ എത്തിച്ചു കൊടുക്കാനും കാണിക്കുന്ന ഈ ധീരമായ മുന്നേറ്റത്തെ തീർച്ചയായിട്ടും പ്രകീർത്തിച്ചേ പറ്റുള്ളൂ. ഇത് മറ്റുള്ളവർക്കും അനുകരിക്കാനും അതിലൂടെ തന്നെ ഒരു നിശബ്ദമായ ഒരു കാർഷിക വിപ്ലവത്തിന് നമുക്ക് ഓരോരുത്തർക്കും സാക്ഷിയാവാനും പറ്റുന്നുണ്ടാവും, നമുക്കും പങ്കെടുക്കാൻ പറ്റുന്നുണ്ടാവും. വളരെ സന്തോഷം ശിവദാസൻ ചേട്ടാ, വളരെ വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥനയും ചെറിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇനി അങ്ങോട്ടുള്ള ശിവദാസൻ ചേട്ടനോടൊപ്പം ഉണ്ടാവും. ഒറ്റയ്ക്കല്ല, ഞങ്ങളും കൂടെ ഉണ്ടാവും. ഞാൻ മിനി അനിൽകുമാറിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. നിങ്ങൾ എല്ലാ ഉൽപ്പന്നങ്ങളും മിക്കവാറും ഉപയോഗിച്ച് കാണുമെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഇന്ന് വെസ്റ്റീജിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ശ്രേണിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉൽപ്പന്നം ഏതാണെന്നും ആ ഉൽപ്പന്നം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയേറെ ഇഷ്ടപ്പെട്ടതെന്നും ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. മറ്റുള്ളവർക്കൂടെ അത് ഗുണകരമാകുന്നു. എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ഒന്നിനൊന്ന് മികച്ചത് തന്നെയാണ്. നമുക്ക് എന്താ പറയാ, 10 മക്കളുണ്ടെങ്കിൽ അതിലേത് നല്ലതെന്ന് ചോദിക്കണ പോലെയാണ് ഇപ്പൊ ഈ പ്രൊഡക്റ്റുകളിൽ സാറ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ അതിലൊന്ന് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 82 വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം 82 എന്താ പറയുന്നത്, ഉപ്പില് അല്ല കറിയിൽ ഉപ്പ് ചേർക്കുന്ന പോലെയാണ്. എല്ലാ പ്രൊഡക്റ്റും ഉപയോഗിക്കുമ്പോഴും നമ്മൾക്ക് 82ന്റെ സാന്നിധ്യം അവിടെ വേണം. കാരണം അത് ആക്ടിവേറ്റർ ആണ്, സ്പ്രെഡർ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ജലസേചനത്തിനാണെന്നുണ്ടെങ്കിലും വളപ്രയോഗത്തിനാണെങ്കിലും കീടനാശിനികളുടെ കൂടെയാണെങ്കിലും ഒക്കെ നമുക്ക് 82 ഉപയോഗിക്കാം. പിന്നെ അതുപോലെ ഇപ്പോ ചില ആളുകൾ ഇപ്പൊ ജൈവ കൃഷി പറയുമ്പോൾ നമ്മള് വളരെ ജൈവ കൃഷി കൊണ്ട് ഒന്നും ആവില്ല, അവർക്ക് രാസവളം ഉപയോഗിച്ചാൽ മാത്രമേ തൃപ്തിയാവുള്ളൂ എന്ന് ഇങ്ങനെ ഭയങ്കര കണിശമായിട്ട് ചിന്തിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അപ്പോ അവരുടെ ഇടയിലും നമ്മൾക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് 82. കാരണം ഇപ്പൊ ഒരു ഏക്കർ സ്ഥലത്ത് ഒരു 50 കിലോ രാസവളം ഉപയോഗിക്കുന്ന ഒരു ഭൂമിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 82 അവർക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് അവരോട് പറയാം, നിങ്ങൾ 82 മിക്സ് ചെയ്ത് നിങ്ങൾ വളം പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു 50ന്റെ സ്ഥാനത്ത് ഒരു 35 കിലോ വളം നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി. കാരണം അവർക്ക് അവിടെ 15 കിലോ വളം അവർക്ക് വാങ്ങുന്ന പൈസ അവർക്ക് ലാഭിക്കാൻ സാധിക്കും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നിലയിൽ നമ്മള് വളം കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ എല്ലാവരും കർഷകർക്ക് അറിയാൻ പറ്റും. ഇപ്പൊ 3 മാസത്തെ 6 മാസത്തെ ഇടവേളകളിലൊക്കെ വളം കൊടുക്കുമ്പോൾ നമ്മളിപ്പോ ഒരു 3 മാസം ത്തിന് മുൻപ് കൊടുത്തു, വീണ്ടും നമ്മൾ അടുത്ത 3 മാസം എത്തുമ്പോൾ വളം ഇടാൻ വേണ്ടിയിട്ട് ചെടിയുടെ ചുവടുകൾ തിരയുന്ന സമയത്ത് ഈ അജീർണമായിട്ട്, അതായത്
ചെടി അബ്സോർബ് ചെയ്യില്ല. കുറച്ച് അങ്ങനെ അജീർണമായിട്ട് കിടക്കും, കുറച്ച് മണ്ണിനടിയിലേക്ക് അതിന് യൂസ്ഫുൾ അല്ലാത്ത രീതിയിൽ വേരിനയിലും താഴെ ഭാഗത്തേക്ക് ഊർന്നിറങ്ങി പോകുന്നുണ്ടാവും. അപ്പോ നമുക്ക് കൊടുക്കുന്ന വളം എത്രയാണോ അത് 100%ഉം ചെടിക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അബ്സോർബൻ കപ്പാസിറ്റി കൂട്ടാനായിട്ട് നമ്മുടെ 82 സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ കെമിക്കൽ മാത്രം ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറയുന്ന നമ്മളെ കർഷകരെയും നമ്മൾക്ക് 82 റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് 82 പോലെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റ് ആണ് അക്വാജെല്ല്. അക്വാജെല്ലും ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വെള്ളത്തിന് ഒരുപോലെയല്ല. ചില ഇടങ്ങളിലൊക്കെ വളരെ വരണ്ട കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾക്ക് എന്താ പറയാ ഈ അക്വാജെല്ല് നമുക്ക് വളരെയധികം ഗുണപ്രദമാണ്. നമുക്ക് ആ വെള്ളത്തിന്റെ സംഭരണ ചെടികൾക്ക് കൊടുക്കുന്ന വെള്ളം മാക്സിമം അതിന്റെ ചുവട്ടില് നിലനിർത്താനായിട്ട് നമുക്ക് അക്വാജെല്ല് ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ഡെമോ ഒക്കെ ഞങ്ങള് ഫീൽഡിൽ പോകുമ്പോൾ അതിന്റെ ഡെമോ ഒക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. അക്വാജെല്ലിന്റെ ഡെമോ ഒക്കെ നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ 82ന്റെ നമ്മൾ ഡെമോ കാണിച്ചു കൊടുത്ത് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ നമുക്ക് അത് ചെയ്ത് കാണിക്കുമ്പോഴേ അവർക്കത് അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. അപ്പൊ ഈ 2 പ്രൊഡക്റ്റും നമുക്ക് ഒരേപോലെ വളരെയധികം ഗുണപ്രദമായത്. അതുപോലെ അക്വാജെല്ല് സമയത്ത് ചെടികൾ ഇപ്പൊ പപ്പായയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വെള്ളം വളരെ കുറവും വെയിൽ നന്നായിട്ട് കൂടുതലും വേണ്ട ഒരു ചെടിയാണ്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കടയിൽ വെള്ളം കൂടുതൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകും. അപ്പൊ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ചെടികൾ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ആ സമയത്ത് അക്വാജെല്ല് വിതറി കൊടുത്താൽ കൂടുതലായിട്ടുള്ള വെള്ളത്തിനെ ചെയ്തിട്ട് ആ ചെടിയെ അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ 2 പ്രൊഡക്റ്റും നമുക്ക് ഒരുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. 82ന് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. താങ്ക് യു മിനി മാഡം. വളരെ വളരെ സുന്ദരമായിട്ട് എത്ര ഉദാത്തമായ ഒരു സങ്കല്പമാണ് പറഞ്ഞതെന്ന് പറയാം. ഒരു പക്ഷേ ജൈവ കൃഷിയെ പരിപോഷിപ്പിക്കാനും അതിലൂടെ തന്നെ കൃഷി രീതികളെ മെച്ചപ്പെടുത്തണമെന്നും പറയുന്ന സമയത്തും കാലാകാലങ്ങളായിട്ട് രാസവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അതിൽ നിന്നും വ്യതിചലിക്കാൻ ഒരു വൈമുഖ്യം ഉണ്ടാവാം. സോ ആ അവസ്ഥയിൽ പോലും ഒരുപക്ഷെ നമ്മുടെ അഗ്രി 82 ഫലപ്രദമായ രീതിയിൽ അതിനോടൊപ്പം ചേർത്ത് അളവെങ്കിലും കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഇൻപുട്ട് കോസ്റ്റ് കുറയ്ക്കാനോ പോലും സാധിക്കുന്നു എന്നുള്ള മെസ്സേജ് എത്ര ശക്തമായിട്ട് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ. മാത്രമല്ല പാലക്കാട് നിന്ന് ആയതുകൊണ്ട് തന്നെ എടുത്തു പറഞ്ഞു അവിടുത്തെ ചൂട് സാധാരണ രീതിയിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന ഏത് ചൂടിനേക്കാളും 2 മുതൽ 3 ഡിഗ്രി കൂടുതലായിരിക്കുന്നു. ജലത്തിന്റെ ലഭ്യത കുറവിനെ പറ്റിയും പറഞ്ഞു. ഞാൻ ഈ അടുത്ത കാലത്ത് പാലക്കാട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സ്ഥലങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ കണ്ടത് ഈ ഒരു അക്വാജെല്ലിന്റെ ഡിമാൻഡ് വളരെ ഗംഭീരമായ രീതിയിൽ നമുക്ക് കർഷകരെ സഹായിക്കാൻ സാധിക്കുന്നുണ്ടോ. നിങ്ങൾ ബിസിനസ്സാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും അതിൽ ഒളിഞ്ഞിരിക്കുന്ന സേവനം മറക്കാതിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും മനോഹരമായിട്ട് പറഞ്ഞു. അതായത് 50 കിലോ പ്രയോഗിക്കുന്നിടത്ത് 35 കിലോ പ്രയോഗിക്കാൻ സാധിക്കുകയും എന്നാൽ അതിന്റെ മെച്ചം കിട്ടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഗ്രി 82 നമുക്ക് റെക്കമെൻഡ് ചെയ്തുകൂടാ. അതുപോലെ ഇവിടെ പറഞ്ഞു കേട്ടിരുന്നു റെഡ് ലേഡിയെ പറ്റി. എനിക്കറിയാത്ത ഒരുപക്ഷെ ഈ പ്ലാറ്റ്ഫോമിലുള്ള പലർക്കും പുതുമയുള്ള ഒരു അറിവായിരിക്കാം. വെള്ളം കുറവും വെയിൽ കൂടുതലും വേണ്ട ഒരു കൃഷിയാണത്രേ പപ്പായ. അവിടെ ജലത്തിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ വെള്ളം കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്തു പോയാൽ ചെടി അളിഞ്ഞു പോകാൻ ചീഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതിനെ സംരക്ഷിക്കാൻ നമുക്ക് അക്വാജെൽ. അപ്പം പലപ്പോഴും നമ്മൾ പറയാറുണ്ട് വെസ്ലിൻ പ്രൊഡക്റ്റ് വെയിറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും എന്ന് പറഞ്ഞതുപോലെ ഈ അക്വാജെൽ വെള്ളം കുറയ്ക്കാനും കൂട്ടാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ലഭ്യത കുറവുള്ളിടത്ത് വെള്ളത്തിന്റെ റിട്ടന്റിവിറ്റി കൂട്ടാനും എന്നാൽ വെള്ളം കൂടുന്നിടത്ത് അതിന് വെള്ളത്തിനെ പിടിച്ചു വെച്ച് അതിന്റെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാനും ഉപകാരപ്പെടുന്നു. ഈ ഉൽപ്പന്നം നമുക്കറിയാം, പക്ഷെ പുറത്തുള്ള കർഷകർക്ക് എത്ര പേർക്ക് അറിയാമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അവരിലേക്ക് അറിവെത്തിക്കുകയും ഉൽപ്പന്നം പറഞ്ഞു കൊടുത്തു ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നു എന്ന് 2-3 പ്രാവശ്യം മിനിമം റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടു. പലപ്പോഴും കർഷകരോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് അവർക്ക് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കുന്നതാണ്. അതിലൂടെ അവർക്ക് എളുപ്പം കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ. ശാസ്ത്രീയ വശങ്ങളെക്കാൾ കൂടുതൽ അവർക്ക് പ്രായോഗിക തലങ്ങളാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അപ്രോച്ച് വളരെ ഗുണകരമാണ്. അത് നമുക്കും കൂടെ ഒരു പാഠമാണ്. എന്തായാലും സമയം വളരെയധികം കൂടുന്നതുകൊണ്ട് നമുക്കിപ്പോ പറഞ്ഞത് ശരിയാണ്. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന പല വളങ്ങളും ജൈവമെന്ന് ധരിച്ച് പ്രയോഗിക്കുന്ന പല വളങ്ങളും ചെടികൾ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുന്നില്ല. ഈ അടുത്ത കാലത്ത് ചേർത്തലയിൽ ഒരു വിസിറ്റുമായിട്ട് ഞാൻ പോയ സമയത്ത് 2 വിളകൾക്കപ്പുറം അവർ ഇട്ട കോഴിക്കാഷ്ടം ഇപ്പോഴും മണ്ണിൽ അലിയാതെ കിടക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അവർ പറഞ്ഞു കഴിഞ്ഞ വിളയ്ക്ക് ഞങ്ങൾ ഉപയോഗിച്ചില്ല, അതിന് മുമ്പ് ഉപയോഗിച്ചിരുന്നു, ആ കോഴിക്കാഷ്ടം കിടക്കേണ്ട. അപ്പൊ അവരുടെ ഇൻപുട്ട് കോസ്റ്റിൽ ആ കോഴിക്കാഷ്ടവും ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചെടിക്കൊട്ട് കിട്ടിയിട്ടുമില്ല. അതേസമയം അഗ്രി 82 ചേർത്തിരുന്നു എന്നുണ്ടെങ്കിൽ അത് മണ്ണിൽ അലിഞ്ഞു ചേർന്ന് ചെടികൾക്ക് ആഗിരണം ചെയ്യാൻ പറ്റുന്ന പരുവത്തിലേക്ക് മാറുമായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ, നല്ലൊരു മെസ്സേജ്, നല്ലൊരു കൺഗ്രാറ്റുലേഷൻസ് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ചാറ്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും
ഒരുപാട് നല്ല ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ ചോദിക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാ ചോദ്യങ്ങളും ചോദിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമല്ല ഇപ്പോൾ. തുടക്കത്തിലെ തന്നെ ഞാൻ പറഞ്ഞു, ആപ്ലിക്കേഷനെ പറ്റി അല്ല നമ്മളിവിടെ കൂടുതൽ കൺസേൺ ആവുന്നത്. അതിനുവേണ്ടിയുള്ള സെഷനുകൾ നമുക്ക് കൈകാര്യം ചെയ്യാം. അതായത് ഓരോ ചെടിക്കും ഏത് തരത്തിൽ ഏത് ഉൽപ്പന്നം എന്നുള്ളത്. ഇവിടെ നമ്മൾ പൊതുവെ കാർഷിക മേഖലയിലേക്ക് ആളുകളിൽ താല്പര്യം ജനിപ്പിക്കുകയെന്നും മാത്രമല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവര് ജൈവ രീതിയിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഫലപ്രദമാകുന്നു എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ ഒരു സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ദയവേത് ഒന്നും തോന്നരുത്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം വളരെ റിലവൻ്റ് ആണ്. തീർച്ചയായിട്ടും ആൻസർ ചെയ്യപ്പെടേണ്ടവ തന്നെയാണ്. പക്ഷെ ഈ സമയത്ത് കിട്ടുന്ന അടുത്ത 5 മിനിറ്റിൽ ഒരു ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് ഇവരിൽ നിന്ന് കിട്ടാവുന്നതിന്റെ മാക്സിമം റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ, അതായത് മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ, അവരോട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, റെക്കമെൻഡ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കേണ്ട 2-3 ഇൻസ്ട്രക്ഷൻസ് തന്നാൽ നന്നായിരിക്കും. ഇനി മേഡം അനിൽ സർ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇത്രയും ഞാൻ ചോദിച്ചുള്ളൂ. അതായത് ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ ഉള്ളതിനകത്ത് ചിലരൊക്കെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും, ചിലരൊക്കെ ഉൽപ്പന്നങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ ഇനിയിപ്പോ ഉപയോഗിക്കണമെന്നോ റെക്കമെൻഡ് ചെയ്യണമെന്നോ വിചാരിച്ചാൽ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം നിർബന്ധമായും കൊടുക്കേണ്ട 2-3 നിർദ്ദേശങ്ങൾ പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. നമ്മളിപ്പോ സാർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മളത് അതിന്റെ കൃത്യമായ ഇടവേളകളിൽ നമ്മളത് പ്രയോഗിക്കണം. ജൈവത്തിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞാൽ ഇപ്പോ നിലവില് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരിചരണത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലേക്കാണ് മാറുന്നത്. അപ്പോ ഇത് ചെടിക്ക് സ്വീകാര്യമായ രീതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായ ഇടവേളകളിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇപ്പൊ അത് ലാഭകരമായിട്ട് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോ ഏറ്റവും ലാഭകരമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വെസ്റ്റീജിന്റെ കൺസിസ്റ്റൻസി ഓഫർ കാര്യങ്ങളെല്ലാം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിട്ട് ചെയ്യണം. അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഞാൻ വിശദീകരിക്കണം. നമ്മൾക്ക് ഉള്ള കൃഷിയെ അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ടേമായിട്ട് ഭാഗിച്ചുകൊണ്ട് അതിന്റെ ആ ഓരോ പോർഷൻ വാങ്ങിച്ച് അങ്ങനെ 4 മാസം വാങ്ങിച്ച് 5ാമത്തെ മാസം അതിന്റെ കൺസിസ്റ്റൻസി പ്രയോജനപ്പെടുത്തി ആ രീതിയിൽ ഒരു കൃത്യമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് അത് പ്ലാൻ ചെയ്ത് ചാർട്ട് ചെയ്തിട്ട് വാങ്ങുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ലാഭകരമായിട്ട് നമ്മളുടെ ഉൽപാദന ചെലവ് കുറച്ചുകൊണ്ട് ഏറ്റവും ലാഭകരമായിട്ട് തന്നെ നമുക്ക് ചെയ്തു പോകാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും കർഷകരായതുകൊണ്ട് തന്നെ കർഷകരിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം മാനസികമായ ഒരു തയ്യാറെടുപ്പിലേക്ക് എത്തണം. കാർഷിക മേഖലയിൽ ഇന്ന് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരവും നിർദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഉൽപ്പന്നങ്ങളുമായിട്ട് ചെല്ലുന്നത്. ആ സമയത്ത് അവരുടെ പരമപ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം ഉൽപാദന ചെലവ് കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തേത് ഈൽഡ് കുറയുന്നു. മൂന്നാമത്തേതും ആത്യന്തികവുമായിട്ട് അവർ പറയാറുള്ള ഒരു കാര്യം മണ്ണിന്റെ ഘടന നശിക്കുന്നു, മേൽമണ്ണ് പാടെ ഇല്ലാതായിരിക്കും. ഇത് മൂന്നിനും ഒരുപോലെ പരിഹാരം കണ്ടാൻ പറ്റാവുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതിനകത്ത് ഇപ്പോൾ അനിൽ സാർ പറഞ്ഞ കാര്യം വളരെ വസ്തുതാപരമായിട്ട് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. കൺസിസ്റ്റൻസി എന്നുള്ളൊരു ഓഫർ കർഷകനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളതല്ല, പക്ഷെ കൺസിസ്റ്റൻസി എന്നൊരു ഓഫറിലൂടെയാണ് കർഷകന്റെ ലാഭം നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യത്തെ ഓർഡർ വളരെ ബൾക്കായിട്ട് വരുന്നുണ്ടാവും, കോൺസിക്യൂട്ടീവ് മന്തിൽ അതിനനുസരിച്ചുള്ള ഓർഡർ ഉണ്ടായില്ല എന്ന് വരാം. പക്ഷെ അത് നമ്മളായിരിക്കണം അവർക്കത് സ്പ്ലിറ്റ് ചെയ്ത് 4 മാസങ്ങളിലായിട്ട് മേടിച്ചാൽ അവർക്ക് 5ാമത്തെ മാസം കിട്ടുന്ന ഉൽപ്പന്നം ഫ്രീ ഓഫ് കോസ്റ്റ് ആണെന്നുള്ളതും അത് 4 കൺസിസ്റ്റൻസി. ഒരുപക്ഷെ നമുക്കറിയാം വെസ്റ്റീജ് മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും റേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോപ്പ് വേസ്റ്റ് മേടിക്കുന്നതിനൊക്കെ റേഷൻ ഉണ്ട്. അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൽ മാത്രമാണ് റേഷൻ ഏർപ്പെടുത്താത്തത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകളാണ് ബൾക്കായിട്ട് ഡിമാൻഡ് വരുന്നത്. കൃഷിയിടങ്ങൾ കൂടുതലേറുകയും അവിടേക്ക് ഉൽപ്പന്നങ്ങൾ ആവശ്യം വരുമ്പോൾ റേഷൻ ഇല്ലാതെ കൊടുക്കാൻ വേണ്ടി ഡിക്ലെയർ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പൊ 4 കൺസിസ്റ്റൻസിയോ അല്ലെ 4 100ന്റെ ഒപ്പം 4 60ന്റെ കൺസിസ്റ്റൻസി കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഉപയോഗിച്ചു. സോ കർഷകരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കൺസിസ്റ്റൻസി അവർക്ക് എങ്ങനെ ഫലപ്രദമാക്കാം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഐഡിയ ഉണ്ടാവണം. കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പലപ്പോഴും എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ള പ്രയാസം അവർക്ക് ഈ ലാഭം കൂടെ കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പറഞ്ഞു കൊടുത്താൽ പ്രാവർത്തികമാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സീസണൽ
ഡിമാൻഡാണ് പലപ്പോഴും പ്രൊഡക്ട്സിന് വരിക, റെഗുലർ ഡിമാൻഡ്സ് അല്ല വരിക. അപ്പം അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അവർക്ക് ആ ലാഭവും കൂടെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് വളരെ ലാഭം. ബ്യൂട്ടിഫുൾ, വളരെ നല്ലൊരു ഉപദേശമാണ് തന്നത്. മറ്റെന്തെങ്കിലും കൂടി പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കർഷകരിലേക്ക് ഇറങ്ങി. സാർ ഒരു പോയിന്റ് കൂടി അതിൽ കൂട്ടിച്ചേർക്കുകയാണ്. നമ്മളിപ്പോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ആയിട്ടാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. അതായത് നമ്മള് കർഷകരുടെ അടുത്ത് ചെല്ലുമ്പോൾ സാധാരണ ഇപ്പൊ സാറ് പറഞ്ഞ ഒരു കാര്യം, ഒരു പോയിന്റ് കറക്റ്റ് ആണ്. കാരണം നമ്മളിപ്പോ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് എന്താണെന്നൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് മാത്രമേ കൺസിസ്റ്റൻസി എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞങ്ങൾ സാധാരണ നിലയിൽ നമ്മൾ കർഷകരോട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഈ സംഘങ്ങളിലൊക്കെ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സിഡി റേറ്റിലാണ് അവർക്ക് രാസവളങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവുക. അപ്പൊ അതുപോലെ ഒരു സബ്സിഡി, ആ സബ്സിഡി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ കർഷകർ വളരെ ഹാപ്പിയാണ്. അപ്പോ ആ സബ്സിഡി നമ്മൾക്ക് കൊടുക്കാൻ പറ്റും, നമ്മളുടെ കമ്പനിയിലൂടെ നമ്മളുടെ പ്രൊഡക്റ്റുകളിൽ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടത്. അപ്പൊ ഇപ്പൊ അവർക്ക് ഒരു 500 മരം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 500 തെങ്ങുകൾക്ക് നമ്മളുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് വളപ്രയോഗം നടത്തുമ്പോൾ അവിടെ ലേബർ ചാർജ് വേണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടെങ്കിൽ അവർക്ക് മാത്രം അത് മാനേജ് ചെയ്യാവുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ 500 തെങ്ങുകൾക്ക് എത്ര വളം, 500 തെങ്ങുകൾക്ക് എത്രമാത്രം നമ്മൾ ക്വാണ്ടിറ്റി നമ്മളുടെ വളം വേണ്ടി വരും എന്നുള്ളത് നമ്മൾ ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ അവര് സാധാരണ ഒന്നില്ലെങ്കിൽ ഇപ്പൊ പാലക്കാടൊക്കെ സാധാരണ കൊടുക്കുന്നത് വർഷത്തിൽ 2 തവണയാണ് കൊടുക്കുന്നത്. അപ്പൊ അവർ ആ സീസണലായിട്ട് മാത്രമേ അവര് വളം എടുക്കാനായിട്ട് അവർ തയ്യാറാവുള്ളൂ. പക്ഷെ നമ്മൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, നിങ്ങൾക്ക് ഇപ്പൊ ഈ 500 തെങ്ങുണ്ടെങ്കിൽ 500 തെങ്ങിന് ഇത്രയും രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങേണ്ടി വരും. അപ്പൊ ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. നമ്മളുടെ കൺസിസ്റ്റൻസി കിട്ടും. നമുക്ക് 400 PV വരെ നമുക്ക് കൺസിസ്റ്റൻസി അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു കർഷകൻ ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുണ്ട്. കാരണം ഏകദേശം 1500 PV ഒരു മാസം അദ്ദേഹം എടുക്കുന്നുണ്ട്. ഒരു മാസം അദ്ദേഹത്തിന്റെ പേരില്, അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേരില്, അമ്മയുടെ പേരിലൊക്കെ ഐഡി എടുത്തിട്ടാണ് അദ്ദേഹത്തെ കൊണ്ട് നമ്മൾ അത് ചെയ്യിക്കുന്നത്. അപ്പൊ മാക്സിമം അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന പോലെ നമ്മൾ ഇതിനെ കുറിച്ചൊരു പ്ലാനിങ് നമ്മൾക്ക് ഉണ്ടാവണം. നമ്മൾക്ക് അവർക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ അവർക്ക് വേണ്ട പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റി എത്രയാണോ അത് നോക്കിയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ 4 മാസത്തെ കൺസിസ്റ്റൻസിയിൽ അവർക്ക് എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്ത്, അപ്പൊ അവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോസ്റ്റ് കുറവായിരിക്കും. ഒന്നിച്ച് വാങ്ങണ്ട, 2 തവണ കൊടുക്കണമെങ്കിലും അവർക്ക് ഒന്നിച്ച് വാങ്ങണ്ട. അപ്പൊ ആ കോസ്റ്റ് അവർക്ക് കുറയ്ക്കാൻ പറ്റും. മാസാമാസം വാങ്ങുമ്പോൾ 4 മാസം കഴിയുമ്പോൾ 5-ാമത്തെ മാസം അവർക്ക് അത്രയും പ്രൊഡക്റ്റ്, ഇപ്പൊ 400 PVയുടെ പ്രൊഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 12,000 രൂപയുടെ പ്രൊഡക്റ്റ് അവർക്ക് ഫ്രീ ആയിട്ടും കിട്ടും. അപ്പൊ ഒരു തവണത്തെ യൂസേജിനുള്ള പ്രൊഡക്റ്റ് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും ടോട്ടലി. അപ്പൊ ആ രീതിയിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് അവരെ കൊണ്ട് നമ്മൾ റെഗുലർ ആയിട്ട് പർച്ചേസ് ചെയ്യിക്കുകയാണെങ്കിൽ കർഷകർ വളരെ ഇൻട്രസ്റ്റ് ആണ് ആ കാര്യത്തില്. നമ്മൾ ഇതുവരെ പോയി അപ്രോച്ച് ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ കൂടുതലും തമിഴ്നാട് ഏരിയയിലാണ് നമ്മൾക്ക് കൂടുതൽ ഈ പപ്പായയുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ കൂടുതൽ കർഷകരായിട്ട് നമുക്ക് പരിചയം വന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഏരിയയിലൊക്കെ നന്നായിട്ട് ഈ നമ്മളുടെ പ്രൊഡക്റ്റുകൾ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ അതിനകത്തുള്ള ഒരു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സപ്ലിമെന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ നമ്മളെല്ലാവരോടും പറയും, എനിക്ക് സപ്ലിമെന്റ് കഴിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് അസുഖം മാറി, അല്ലെങ്കിൽ എനിക്ക് ഹെൽത്ത് ഓക്കെ. അതുപോലെയുള്ള റിസൾട്ട് ഒരിക്കലും കർഷകരിൽ നിന്ന് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാവുന്നതായിരിക്കും. കാരണം അവരങ്ങനെ പറയില്ല. അതായത് എനിക്ക് ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടി എന്ന് അവരായിട്ട് പറയില്ല. നമ്മൾ തന്നെ അവരെ കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടിയെങ്കിൽ അടുത്ത കുറച്ച് പേരിലേക്ക് ഇത് നമുക്കൊന്ന് എത്തിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ അവരെ കൊണ്ട് ചോദിച്ച് പറഞ്ഞു പോകണം. അല്ലാണ്ട് അവരൊരിക്കലും അവരായിട്ട് പറഞ്ഞ് നമ്മൾക്കൊരു വേറൊരു ഡിസ്ട്രിബ്യൂട്ടറെ നമുക്ക് ഒരിക്കലും കിട്ടുന്നുണ്ടാവില്ല. അപ്പോ അത് എന്തോ ആ ഒരു മേഖലയിലെ ഒരു പ്രത്യേകതയായിരിക്കും. അപ്പൊ ഇതുപോലെ ഇപ്പൊ 82 പറയുകയാണെങ്കിൽ നമ്മൾ ഏത് സപ്ലിമെന്റിനും നമ്മൾ ഫ്ലാക്സ് ഓയിൽ പറയുന്ന പോലെ തന്നെയാണ് 82ന്റെയും കാര്യം. ഫ്ലാക്സ് ഓയിൽ എല്ലാ പ്രൊഡക്റ്റുകളും കൊടുക്കുമ്പോൾ നമ്മൾ ഏത് സപ്ലിമെന്റിന്റെ കൂട്ടത്തിൽ ഫ്ലാക്സ് ഓയിൽ കൊടുക്കണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ 82ന്റെ കാര്യം. അപ്പൊ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കർഷകരെ പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അതിനകത്ത് ഇൻട്രസ്റ്റഡ് ആണ്. എല്ലാവർക്കും മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട് സാറേ ഓർഗാനിക് കൃഷിയിലേക്ക് വരണമെന്ന്. ഇപ്പോഴത്തെ നമ്മുടെ സാമൂഹ്യ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് ഈ ജീവിതശൈലി രോഗങ്ങളെയൊക്കെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ശരിക്കും അവർക്ക് എല്ലാവർക്കും മനസ്സുകൊണ്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ശിവദാസൻ ചേട്ടൻ പറഞ്ഞ പോലെ ഓർഗാനിക് ആയിട്ട് കൃഷി ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിലയും കൂടി അവർക്ക് കിട്ടുവാണെങ്കിൽ ആ ഒരു ഇതിലാണ് കർഷകർ. അതെ, അത് മാത്രമേ നമുക്കൊരു ബാക്കി എല്ലാവരും മനസ്സുകൊണ്ട് എല്ലാവരും തയ്യാറാണ് ഓർഗാനിക്കിലേക്ക് വരാനായിട്ട് നമ്മൾ പരിചയപ്പെട്ടെടുത്തോളം. ഇവിടെ മിനി മാഡം പറഞ്ഞതിനകത്ത് വളരെ ഉൾക്കൊള്ളേണ്ട ഒരു മെസ്സേജ് ഉണ്ട്. തീർച്ചയായിട്ടും അത് ആരും ശ്രദ്ധിക്കാതെ പോകരുത്.
വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നു. കർഷകരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ബിസിനസ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും അവരെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, നമ്മൾ കോമൺ മാനിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കർഷകരിലേക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ആ അക്സെപ്റ്റൻസ് സ്റ്റാൻഡേർഡ് ഉണ്ടാവണമെന്ന് തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ റെസ്പോൺസിബിലിറ്റിയും കൂടി നമ്മുടേതാണ്. അതായത് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നത് പോലെ തന്നെ ലാഭകരമായി അത് ഉപയോഗിക്കുന്നതിനും കൂടെ പരിചയപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കൂടി എടുത്തുകൊണ്ട് വേണം നമ്മൾ കർഷകരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. എന്തായാലും ഇന്ന് നിങ്ങൾ നോക്കിയറിയാം, ഒരു പക്ഷെ നമ്മൾ തുടങ്ങിയ സമയത്ത് തുടങ്ങിയ അറ്റൻഡൻസ് ഒട്ടും തന്നെ കുറയാതെ അതുപോലെ തന്നെ ക്ലോസിംഗ് സെഷൻ വരെ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റിനോട് ആളുകൾക്കുള്ള താല്പര്യം എന്താണെന്നുള്ളത്, ഈ കപ്പിൾ ചെയ്ത നല്ല കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരുപറ്റം ഡിസ്ട്രിബ്യൂട്ടർ ഫോഴ്സും അവർ ഇൻവൈറ്റ് ചെയ്ത കുറച്ച് പേരുമാണ് ഈ പ്ലാറ്റ്ഫോമിലുള്ളത്. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി സെയിങ് സോറി ടു എവരിബഡി. നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും റിലവന്റ് ആണ്, ആൻസറബിൾ ആണ്. പക്ഷെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇപ്പൊ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ലിമിറ്റഡ് ടൈം ആയിട്ടുള്ള 1 മണിക്കൂറാണ്. കൃത്യം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ സാധിച്ചു. മാത്രമല്ല ഇത്ര ചടുലമായ രീതിയിൽ ഈ ഉത്തരങ്ങൾ ഇവർക്ക് തരാൻ സാധിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ മേഖലയിൽ പൂർണ്ണമായിട്ടും അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുകയും അതിലൂടെ സ്വന്തം കൃഷിയിടങ്ങളിൽ ഉണ്ടാകുന്ന റിസൾട്ടുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അവരെ കൂടി ആകർഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ കണ്ട ശിവദാസൻ ചേട്ടൻ. ഒരുപക്ഷെ കാലങ്ങളായിട്ട് കൃഷി ചെയ്യുന്ന ശിവദാസൻ ചേട്ടൻ പോലും 3.5 കൊല്ലം കൊണ്ട് മാത്രം കൃഷി ചെയ്ത് സക്സസ് സ്റ്റോറി തെളിയിച്ച ഈ കപ്പിളിലേക്ക് ആകൃഷ്ടൻ. മാത്രമല്ല ഇന്ന് അദ്ദേഹം എടുക്കുന്ന ഒരു സ്റ്റെപ്പ് ആ പ്രദേശത്തുള്ള എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ടാവും. ഞാൻ മലപ്പുറത്തും ചേർത്തല ഭാഗങ്ങളിലും വിപുലമായ രീതിയിൽ അഗ്രികൾച്ചർ പ്രൊഡക്ട്സുകളുടെ മൂവ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്നു. ആ സ്ഥലങ്ങളിലെല്ലാം കണ്ട ഇൻഫർമേഷനേക്കാൾ വളരെ വിലമതിക്കത്തക്ക ഇൻഫർമേഷൻ ആണ് ഇന്ന് അനിൽകുമാർ സാറിൽ നിന്നും മിനി മേഡത്തിൽ നിന്നും നമുക്ക് കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് കിട്ടിയ ഇൻഫർമേഷൻ എന്തുമാത്രം പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ള ആസ്പദമാക്കിയായിരിക്കും നമ്മളൊരു ആ പറഞ്ഞ സൈലന്റ് എക്കണോമിക് റവല്യൂഷന്റെ പങ്കാളികളാവും. അതുകൊണ്ട് ജൈവ കൃഷി സ്വന്തം വീട്ടിലായാലും നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ഏരിയകളിലാണെങ്കിലും പരിപോഷിപ്പിക്കാനും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുമുള്ള ഉത്തരവാദിത്വം കൂടി നമ്മളിൽ അർപ്പിതമാണെന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ ഒരു എക്സ്പെർട്ട് ടോക്ക് ഇന്നിവിടെ നമുക്ക് പര്യവസാനിപ്പിക്കാം. നമുക്ക് വേണ്ടി ഇത്രയേറെ സമയം എല്ലാം മറന്ന് മാറ്റിവെച്ച ഈ ഒരു കപ്പിളിന് തീർച്ചയായിട്ടും നിങ്ങളുടെ അംഗീകാരത്തിന്റെ ഭാഷയിൽ ഒരു താങ്ക്സ് ചാറ്റ് ബോക്സിലൂടെ അർപ്പിക്കുന്നുണ്ട്. ഒരു പോയിന്റ് കൂടി സാർ, ഒരു പോയിന്റ് കൂടി, അത് നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ടിയാണ്. നമ്മളിപ്പോ ഇതുവരെ ജൈവ കൃഷി ലാഭകരമാക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത് ജൈവ രീതിയിൽ. എന്നാൽ ഇപ്പൊ ഈ നമ്മളുടെ ഇപ്പോ അഗ്രി പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നതിൽ കൂടിയിട്ട് നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഉള്ള ബെനിഫിറ്റ്സിനെ കുറിച്ച് പറഞ്ഞാല് നമ്മൾക്കറിയാം, മറ്റുള്ള നമ്മളുടെ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ഹോം കെയർ പ്രൊഡക്ട്സ് എല്ലാം എടുക്കുമ്പോൾ അതിനകത്ത് വളരെ കുറച്ച് പ്രൊഡക്റ്റുകൾക്ക് മാത്രമേ ഫുൾ PV നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഒരു 30 രൂപയ്ക്ക് ഒരു PV എന്നുള്ള ഇത് വെച്ച് നമ്മൾക്ക് കയറി കിട്ടുന്നുള്ളൂ. എന്നാ നമ്മളുടെ അഗ്രി പ്രൊഡക്ട്സിന് എല്ലാത്തിനും തന്നെ ഫുൾ PV ആണ്. നമ്മൾ കൊടുക്കുന്ന ഒരു 90 രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചാൽ അതിന് 3 PV ഉറപ്പാണ്. അതുപോലെ എല്ലാ പ്രൊഡക്റ്റിനും ആകെ 7 പ്രൊഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ എല്ലാം. അപ്പോ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന് മാക്സിമം നമ്മൾക്ക് സെൽഫായിട്ട് നമ്മൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇത് പ്രൊമോഷനും വളരെ എളുപ്പമാണ്. കാരണം നമ്മളിപ്പോ സപ്ലിമെന്റിൽ ഇത്രയും ഏകദേശം 300ഓളം ഇതിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം. ഇവിടെയാണെങ്കിൽ ആകെ 7 ഐറ്റംസേ ഉള്ളൂ. ഇതെല്ലാം കൊണ്ടിട്ട് തന്നെ നമുക്ക് പ്രൊമോഷൻ എല്ലാം വളരെ മറ്റുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പമാണ്. തന്നെയല്ല അത് ഏറ്റവും പ്രോഫിറ്റബിൾ ആണ്. ഫുൾ PV സ്കോർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾക്ക് ഇതാണ്. പിന്നെ ഫ്രീ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാസത്തിൽ നമ്മൾക്ക് 30 ദിവസവും കിട്ടുന്നുണ്ട് അഗ്രി പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെയുള്ള അതുകൂടെ ഇതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരും തന്നെ അഗ്രി പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി എല്ലാവരും അഗ്രി പരമാവധി പ്രൊമോട്ട് ചെയ്തിട്ട് ആ ഒരു ആദ്യം നമ്മളെ ഓരോരുത്തരും സ്വയം നമ്മളുടെ സ്വന്തം വീട്ടിലും അല്പസ്വല്പം കൃഷി ഉണ്ടെങ്കിൽ അതിനകത്തും എല്ലാം നമ്മളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നല്ലൊരു കോൺഫിഡൻസ് വരുത്തുക. അങ്ങനെ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങിച്ചെന്ന് മറ്റുള്ളവർക്കും കൂടെ ഇത് പ്രൊമോട്ട് ചെയ്ത് അതിൽ കൂടെ നല്ല ബിസിനസ് വോളിയം ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും വിജയം കൈവരിക്കുക. ഓക്കെ, താങ്ക് യു, വിഷ് യു വെൽത്ത്. എല്ലാ ഭാവുകങ്ങളും ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ എല്ലാ സക്സസ് ജേർണിയിലും നിങ്ങൾ വിചാരിച്ച എല്ലാ ലക്ഷ്യപ്രാപ്തിക്കും ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് എന്നും കൂട്ടായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇനിയും ഈ പ്ലാറ്റ്ഫോമിൽ വരണം. കുറേയേറെ ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ബാക്കിയുണ്ട്, കുറേയേറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാനും ആഗ്രഹമുണ്ട്.
സമയവും സൗകര്യവും പെർമിറ്റ് ചെയ്യുന്ന പോലെ വിന്നിംഗ് ടീം അനുശാസിക്കുന്ന പോലെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. On behalf of the entire fraternity and winning team, I extend sincere gratitude to the lovely couple, Mini. Thank you, sir. Thank you. Thanks. All the best and good night. Thank you very much. Okay, sir.